പ്രേക്ഷകരുടെ കോടതിയിൽ TV താരങ്ങൾ വിചാരണ. വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. സിനിമയായിട്ട് കാണണം, സീരിയലായിട്ട് കാണണം. ടെലിവിഷൻ സീരിയലുകൾ കാരണം കുടുംബ ബന്ധങ്ങൾ തകരും. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന ഈ TV നോക്കിക്കൊണ്ട് ഇങ്ങനെ. ഒറിജിനൽ ലൈഫും സീരിയലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ജീവിതവുമായി ബന്ധമില്ലാത്ത കഥകളും കഥാപാത്രങ്ങളും വേഷച്ചമയങ്ങളും സീരിയലുകളെ പ്രതിക്കൂട്ടിലാക്കുന്നു. 10,000 രൂപയുടെ സാരി ആയിരിക്കും. പ്രായമായ അമ്മമാര് വീട്ടിൽ അവർക്കൊരു നേരം പോക്കാണ് സീരിയൽ കാണുന്നത്. ഒരു കല്യാണ ചടങ്ങാണെങ്കിൽ 1 വർഷം കഴിഞ്ഞാലും അവരുടെ ആ 3-4 ദിവസത്തെ ചടങ്ങ് തീരൂല. സീരിയൽ ആണെങ്കിലും സിനിമ ആണെങ്കിലും സീരീസ് ആണെങ്കിലും അതിൽ നിന്ന് പഠിക്കാൻ പലതും ഉണ്ട്. ടെലിവിഷൻ പരമ്പരകളിലെ വില്ലൻ കഥാപാത്രങ്ങൾ അപകടകാരികൾ. സീരിയലിൽ ഒന്നും ഇല്ലേ നിനക്ക്? ഈ പായല് അഴുക്ക പായലാണ് ഇവൻ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദിലെ ജിമാ തമിൽ ബൈ SKN. സിനിമയിലും ടെലിവിഷനിലും ഒക്കെ നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചു എന്ന് വരും. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുറച്ചേറെ അഭിനേതാക്കളുണ്ട്, അഭിനേത്രികളുണ്ട്. അവരെങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് ചലച്ചിത്ര ടെലിവിഷൻ താരം പ്രിയങ്ക അനു, ടെലിവിഷൻ സീരിയൽ താരം ശ്രീകാന്ത് CR നായർ, ചലച്ചിത്ര ടെലിവിഷൻ താരം നവീൻ അറക്കൽ, ചലച്ചിത്ര സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീകല VK, ടെലിവിഷൻ സീരിയൽ താരം ആൻമരിയ, ടെലിവിഷൻ സീരിയൽ താരം അനന്യ ജേസ്, ചലച്ചിത്ര സീരിയൽ താരം സജേഷ് കണ്ണോത്ത്, ടെലിവിഷൻ സീരിയൽ താരം സാന്ദ്ര അനിൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ജേക്കബ്, വീട്ടമ്മ ബീന സജീവൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജോയിന്റ് സെക്രട്ടറി ലിജോ മോൻ KV, വിവേകാനന്ദ പബ്ലിക് സ്കൂൾ മുൻ അധ്യാപിക ഉമാ വിദ്യാധരൻ. ഹായ് പ്രിയങ്ക. പ്രിയങ്കയ്ക്ക് വില്ലത്തികളല്ലാത്ത റോള് കിട്ടിയിട്ടുണ്ടോ ജീവിതത്തില്? ജീവിതത്തിലല്ല, ജീവിതത്തിൽ അതല്ലേ ഉള്ളൂ. അതല്ലേ ഞാൻ ചോദിച്ചേ. റിയൽ ലൈഫില് ഉണ്ട്. എനിക്കൊന്നാ ഭരതന്റെ സിനിമയിൽ അഭിനയിച്ചല്ലേ? ഇഷ്ടം അതൊന്നും അല്ലേ? ഇല്ല, അങ്ങനെ വില്ലത്തിയായിട്ട് വരുന്നല്ല സാറേ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ വില്ലനാവുമ്പോ നമ്മൾ വില്ലത്തി ആവണം, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുന്നതല്ലേ. സ്വാഭാവികമായിട്ട് ഞാൻ ഒരു പാവാ, പക്ഷെ റോളൊക്കെ വില്ലത്തിയാ. കണ്ടാ പറയത്തില്ല കേട്ടോ പാവാണെന്നോ? സാറ് മാത്രമേ പറയാറുള്ളൂ, ബാക്കി ഇറങ്ങി കണക്കും നമ്മുടെ പോപ്പുലാരിറ്റി ഒന്ന് പരിശോധിക്കാൻ വേണ്ടി. സാറേ, അതിന് ഇപ്പൊ എവിടെ പോയാലും നമ്മുടെ പുറത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് സുമോദേവി നല്ലൊരു അമ്മ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അമ്മ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അത് ഈ ഒരു ചാനലിൽ വന്ന സുമോദേവിയിലാണ് അമ്മയായിട്ട് ചെയ്യുന്നത് തന്നെ. ആ ഡയറക്ടർ കാരണമാണ് അങ്ങനെ നല്ലൊരു ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റിയത്. അതൊരു വില്ലത്തി അല്ല, ഒരു അമ്മ എന്നുള്ളൊരു ക്യാരക്ടറാണ്. അതെ, അപ്പൊ വില്ലത്തി അല്ലാതെ അമ്മയായിട്ട് നമുക്ക് ഒരു ഡയറക്ടർ ഒരു നല്ല ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ അമ്മയല്ല. ഇപ്പം ഇന്ദ്രൻ സേട്ടനൊക്കെ പണ്ടുണ്ടായിരുന്ന ക്യാരക്ടർ അല്ല ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എന്നെ ഒരു നല്ലൊരു ക്യാരക്ടർ തന്നാൽ ചിലപ്പോൾ ഈ വില്ലത്തി മാറിയിട്ട് ഞാൻ ചിലപ്പോൾ വളരെ നല്ലൊരു ക്യാരക്ടർ ചെയ്യണേ അതൊരു ഡയറക്ടറിന്റെ സ്ക്രിപ്റ്റിന്റെ ഒക്കെ കഴിവാണ്, അല്ലാതെ പ്രിയങ്കയുടെ കഴിവ്. ഈ പല ടൈപ്പ് കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ കൂടുതൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ വില്ലത്തി ആയപ്പോഴാണെന്ന് തോന്നുന്നു. വില്ലത്തി ആയപ്പോഴല്ല സാറേ, എനിക്ക് കോമഡി ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഒരു സീനാണെങ്കിലും ഇപ്പം സലീമേട്ടൻ മരിച്ചുപോയി, പക്ഷെ ആ ഒരു സീൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പേര്, നീലാംബരി. ആ ഒരു പുലിവാൽ കല്യാണത്തിലെ സീൻ ഇപ്പോഴും എപ്പോഴും ടിവിയിലും വരുന്നോണ്ട് അത് എപ്പോഴും ഞാൻ നിൽക്കും. മാന്നാർ മത്തായിലെ ശകുന്തളയാണെങ്കിലും. ശകുന്തളയൊന്നും വില്ലത്തിയൊന്നും അല്ല, ഒരു നാടക നടിയാണ്. അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടർ വരുന്നത് ഒരു സീനാണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് എപ്പോഴും ടിവിയിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഇടയിൽ എപ്പോഴും ഉള്ളത്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടോ ഇവരൊക്കെ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാര്യം ഇവരെ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ രാജ്യം നശിപ്പിച്ച അതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. കാര്യം രാമാനന്ദ സാഗർ കൊണ്ടുവന്ന പറയട്ടെ നമ്മുടെ ഇവരൊക്കെ സീരിയലിൽ അഭിനയിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഇവിടെ രാമാനന്ദ സാഗർ കൊണ്ടുവന്ന രാമായണം സീരിയല്, ഈ രാമായണം സീരിയല് രാമന് ഒരു നായക പരിവേഷം കൊടുത്ത് ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളെ കയറ്റിയിരുത്തി ഈ രാജ്യം ഇത്രയും കുട്ടിച്ചോറാക്കാൻ കാരണം ഈ സീരിയല് തന്നെയാണ്. അതേപോലെ ഇവർക്ക് ഇവരെ പോലുള്ള അഭിനേതാക്കളാണല്ലോ ഇതിനു മുമ്പുള്ളതും ഇനിയും. ഒരു മറുപടി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ സീരിയലിൽ വരുന്ന എല്ലാ ക്യാരക്ടറും ചെയ്യുന്ന അനുസരിച്ചാണോ ഈ ലോകം മുന്നോട്ട് പോണത്? ഞങ്ങൾ അഭിനയിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാ. താങ്കൾ പറഞ്ഞെന്താണ് ഈ സീരിയൽ കാരണം രാജ്യം കുട്ടിച്ചോറാക്കി? എന്ത് വർത്താനാണ് എന്റെ മാഷ നിങ്ങൾ ഈ സീരിയൽ കാരണമല്ല, ഈ രാമായണ സീരിയൽ വന്ന ശേഷം
ശേഷമാണ് രാമായണം വിട്, അതിന്റെ കാലം പോയി. പറയട്ടെ. സിനിമയായിട്ട് കാണണം, സീരിയലായിട്ട് കാണണം. ഉള്ള അന്ധവിശ്വാസങ്ങളെ മുഴുവൻ വിശ്വാസം, ആൾക്കാരുടെ വിശ്വാസമല്ല, അന്ധവിശ്വാസങ്ങളെ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങൾ വരെ കുത്തിത്തിരിച്ചാണ് നിങ്ങൾ നിങ്ങൾ മണ്ടത്തിന്റെ പടം കണ്ടായിരുന്നു? അതിന് നേരെ രാവണനെ നായകനാക്കിട്ട് പടം മണ്ടത്തും ചെയ്തായിരുന്നു. കണ്ടോ? ഇപ്പോഴും നിങ്ങൾ രാമായണത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പലതും ഞാൻ ആദ്യം മുതലുള്ള കാര്യമാണ് നായകനായി ജനറേഷൻ ഒരുപാട് കേട്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ പിന്നെ ചേട്ടൻ അവിടെ തന്നെ നിൽക്കാതെ നമ്മൾ ഇങ്ങോട്ട് പക്ഷെ നിങ്ങൾക്ക് മാറ്റമില്ലാതെ ഇന്നും തുടരുന്ന ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? തൂങ്ങിച്ചത്തു, ആത്മഹത്യ ചെയ്തു, സൂസൈഡ് ചെയ്തേ. അങ്ങനെ വന്നാലും ഈ മേക്കപ്പ് ചെയ്ത് ശരീരത്തിൽ ഡ്രസ്സിനോ സാരിക്കോ ഒന്നും ഉടവില്ലാതെ, അതേപോലെ തന്നെ ചേട്ടാ ആത്മഹത്യ മരിച്ചു കിടക്കുവാണെങ്കിൽ ചമഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ മേഡം ഇപ്പൊ ഇരിക്കുന്നതിന് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തായിരിക്കും കിടക്കണത്. അങ്ങനെയൊന്നല്ല ചേട്ടാ, അങ്ങനെയല്ല. അത് ചേട്ടന്റെ സമൂഹത്തെ വഴി തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സീരിയൽ ഒന്ന് മേക്കപ്പിട്ടുള്ള സീരിയൽ എന്ന് പറഞ്ഞാൽ അത് ഏതായിരുന്നു? ഇപ്പൊ മേക്കപ്പ് ഇട്ട് മരിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഏതായിരുന്നു? സീരിയലുകളിലും അത് തന്നെയല്ലേ കാണിക്കുന്നത്. കിടക്കുന്ന ആളുടെ രൂപം കണ്ടു കഴിഞ്ഞാല് ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരു ഡ്രസ്സിന് പോലും ഒരു ചുളിവ് പോലും പറ്റത്തില്ലാത്ത രീതിയിൽ നിങ്ങൾ സീരിയലിൽ നിങ്ങൾ അഭിനയിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ നിർമ്മാതാവിനോടും നിങ്ങളുടെ സംവിധായകനോടും പറയണം ഇതിന് കുറച്ച് ഒറിജിനാലിറ്റി കൊടുക്കാം. ഇപ്പൊ നല്ല ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് ഞാനിപ്പോ സീരിയൽ ചെയ്യുമ്പോൾ ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തത്. മേഡം ഒരു സെർവന്റ് ആയിട്ട് നിങ്ങളുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളെ പിന്നെ എത്രായിരം രൂപയുടെ സാരി ആയിരിക്കും. സീരിയലില് കോസ്റ്റ്യൂം ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂം യൂസ് ചെയ്യാം. വളരെ വില കുറഞ്ഞ കോസ്റ്റ്യൂം. പിന്നെ വേറെ കാര്യം അറിയോ, സീരിയലില് കോസ്റ്റ്യൂം എവര് തന്നെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറഞ്ഞ നിങ്ങൾ കൊണ്ടുവരുന്ന കോസ്റ്റ്യൂംസ് കൊണ്ടുവരുമ്പോൾ ആ ക്യാരക്ടറിന് യോജിക്കുന്ന ഡ്രസ് കൊണ്ടുവരണം. യോജിക്കുന്ന രീതിയിലുള്ള മേക്കപ്പ് വേണം. ഇനി മറുപടി ഇത്ര റേറ്റ് ഉള്ള കോസ്റ്റ്യൂംസ് ഒക്കെ എടുക്കണമെങ്കിൽ ഞങ്ങളുടെ സാലറി ഇതിന് തികയത്തില്ല. യൂട്യൂബിൽ പറയുന്നതല്ല ഞങ്ങളുടെ സാലറി. അതല്ല പിന്നെ ഞാൻ 100 രൂപയുടെ സാരി ഞാൻ ഞാൻ അഭിനയിക്കുന്ന സാരിക്ക് വെറും 200 രൂപ അറിയാമോ? ഡയറക്ടർ സമ്മതിക്കൂല. സത്യം പറയാലോ, ഇദ്ദേഹം രാമായണം മുതൽ സുഖമോ ദേവി വരെയുള്ള സീരിയലുകളിൽ ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ കോസ്റ്റ്യൂം എങ്ങനെ ഇടുന്നുണ്ട്, അവരുടെ മേക്കപ്പ് എന്താണ്. അപ്പൊ ഇദ്ദേഹം സ്ഥിരം ഒരു സീരിയൽ പ്രേക്ഷകനാണ്. നമ്മൾ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആക്ഷേപിക്കാൻ പാടില്ല. എല്ലാ സീരിയലും കാണുന്നത് അങ്ങനോട് ഒരുപാട് നന്ദിയും അങ്ങയോട് ഒരുപാട് സ്നേഹവുമുണ്ട്. കാരണം ഞങ്ങളുടെ സാരിയുടെ കണക്ക് പോലും ഞങ്ങളുടെ മേക്കപ്പിന്റെ ഇതുപോലും രാമായണം മുതൽ ഇതുവരെ അല്ലെ പ്രിയങ്കയുടെ സീരിയൽ വരെ അദ്ദേഹം എല്ലാ സീരിയൽസും കാണുന്ന ആളാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ ചർച്ചാ വിഷയം ശരിക്കും പറഞ്ഞാല് എങ്ങനെ ഇത് ഇമ്പാക്ട് ഉണ്ടാക്കും, അതാണ് നമ്മളെ മെയിൻ ആയിട്ട്. ഓക്കെ, ആസ് എൻ എന്റർടൈനർ ഞാൻ സീരിയൽ കാണാറില്ല. ഓക്കെ, ഒന്ന് എനിക്ക് അതെ, ആ ക്യാരക്ടേഴ്സിന്റെ ഇമ്പാക്ട് പലപ്പോഴും നമ്മൾ ഫാമിലീസിൽ കേൾക്കുന്നതാണ്. അത് പൊതുവെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന കമന്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം സീരിയൽ ഒരു അഡിക്ഷൻ ആയിട്ടാണ് എന്റെ ഒരു പ്രൊഫഷണൽ എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഞാൻ അനുഭവിക്കുന്നത്. അഡിക്ഷൻ ആയിട്ട് വല്ലൊരു അസുഖമായിട്ട് വന്നിട്ടുണ്ടോ? അല്ല, അത് കംപ്ലൈന്റ് ആയിട്ട് മാരിറ്റൽ ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട്. അതായത് ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ഉള്ള ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഹസ്ബൻഡ് ഇപ്പൊ ഒരു ചെറിയൊരു സാധാരണ രീതി പറയാനാണെങ്കിൽ ഒരു നിശ്ചിത സമയം വരെ പുള്ളി വീട്ടിൽ പോകത്തില്ല. പുള്ളി ഓഫീസിലിരിക്കുന്ന കൊളീഗ്സ് ചോദിച്ചു കഴിഞ്ഞാല് ഇറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചെന്നിട്ട് കാര്യമൊന്നുമില്ല, അവളെ ടിവിയുടെ മുമ്പിലായിരിക്കും. കാരണം അവര് ഡെയിലി ഇത് കണ്ട് ശീലിച്ചവരാണ്. അവർക്ക് ഇത് ഈ പർട്ടിക്കുലർ സമയത്ത്, കാരണം നമ്മളൊക്കെ ചെറുപ്പമായിരുന്ന സമയം ഈ മനോരമ ആഴ്ചപ്പതിപ്പ് ഈ സ്റ്റോറി വരും, അവൻ അവിടെ കാത്തു നിന്നു, അല്ലെ അവൾ അവിടെ കാത്തു നിന്നു, അല്ലെങ്കിൽ ഒന്നും പറയാതെ പോയി. അപ്പൊ സസ്പെൻസിൽ നിർത്തുക, അവിടെ നിൽക്കും. അപ്പൊ അടുത്ത ആഴ്ച, അടുത്ത ഏത് ദിവസമാണോ നെക്സ്റ്റ് വീക്കിൽ ഈ മാഗസിൻ വരുന്നത്, അല്ലെ വീക്കിലി വരുന്നത്, ആ സമയം വരെ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക ഈ കാത്തു നിന്ന വ്യക്തിക്ക് എന്ത് പറ്റി എന്നുള്ളത്. ആ ഒരവസ്ഥ ഇന്നത്തെ സീരിയലിന്. അപ്പൊ നമുക്കൊരു വെയിറ്റിംഗ് ആണ്, ഒരു ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അക്കോർഡിംഗ് ടു മീ, മെഡിക്കലി നോക്കാനാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ആങ്സൈറ്റി ഇൻ പീപ്പിൾ. അടുത്തത്, നമുക്ക് ക്വാളിറ്റി ടൈം ഫാമിലി ആയിട്ട് കിട്ടുന്നില്ല. ഇങ്ങനെ കുറെ അധികം ടൈം കാര്യങ്ങൾ പറയാനുണ്ട് മെഡിക്കലി പറയാനാണെങ്കിൽ.
അപ്പൊ അത് ഫാമിലി ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അവര് കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന കേസുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റാ. കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന ഈ TV നോക്കിക്കൊണ്ട് ഇങ്ങനെ കൊച്ചിന് ഊട്ടി കൊടുക്കണം. കൊച്ചിന്റെ വായിലാണോ മൂക്കിലാണോ പോയെന്ന് പോലും അറിയാത്ത പോലെയാണ് ഈ അമ്മ ഫീഡ് ചെയ്യുന്നത്. അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള സീന് അവർ കണ്ടോണ്ടിരിക്കുകയാണ്. അവർക്ക് അത്രയും അത് കണ്ടേ തീരൂ. ഇവർക്ക് ഈ കൊച്ചിനെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. അത് എന്നാന്ന് വെച്ചാൽ നമ്മളെ അവർ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. അതാണ് നമ്മളെ അവരത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു. നമ്മൾ ആ തുടങ്ങി വെച്ചതിന്റെ ബാലൻസ് കാണാനുള്ള ഒരു ആകാംക്ഷ അതാണ്. അല്ലാതെ ഇതിപ്പോ നമ്മളൊരു വിനോദമായിട്ട് നമ്മൾ എല്ലാവർക്കും മനസ്സിനൊരു അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഇതിനെ കാണാവുള്ളൂ. അല്ലാതെ നമ്മൾ അഭിനയിക്കുന്നു, നമ്മളിപ്പോ ഒരാളെ ഉന്തിയിട്ട് കൊല്ലുന്നു, അല്ലെ നമ്മൾ തൂങ്ങിച്ചാകുന്നു, നമ്മൾ അങ്ങനെ ചാകുവോ? ഒരിക്കലും ചാകത്തില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഒരുങ്ങിയാണ് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഒരുങ്ങിയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? വില കൂടി. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് തോന്നുന്നു തൂങ്ങി അങ്ങ് ചത്തേക്കാം. അപ്പൊ ഞാൻ വേഗം പോയി മേക്കപ്പ് മാറ്റി സാരി ഒരു മുണ്ട് കൊടുത്തോണ്ട് വന്നിരിക്കുവോ? മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം ജോലി ചെയ്ത് കുട്ടികളെ നോക്കി സ്കൂളിൽ പോകുന്നു, ഭർത്താവ് ജോലിക്കും ഒക്കെ ശരി. ഈ വൈകുന്നേര സമയത്താണ് സീരിയൽ കാണുന്നത്. ഭർത്താവ് വരുന്ന എൻട്രി ആ സമയത്താണ്. ഞാൻ ചോദിക്കട്ടെ, ശരി, ഈ ഭാര്യ എന്നൊരു കാര്യം ചെയ്യാം, സീരിയലൊന്നും കാണാതെ വേറെ എന്തെങ്കിലും പുറത്തു പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ വെള്ളം അടിച്ച് വീട്ടിലിരിക്കുമോ? ഇതൊന്നുമല്ല ചെയ്യണം. അവരൊരു പൈസ ചെലവിൽ അതൊരു സീരിയലാണ് കാണുന്നത്. അത് ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യമില്ല. അവരുടെ ടൈം പാസ് അതാണ്. സ്നേഹപൂർവ്വം ഒരു ഭർത്താവിനോട് അവർ മനസ്സിലാക്കും. പക്ഷേ മാഡം പറഞ്ഞത് എന്താണ്, ഇത് നമുക്ക് അത് നമ്മളെ ബാധിക്കുന്നു. അഡിക്ഷൻ ആവാതെ തന്നെ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റും. ഇത് ചിലര് വളരെ ചുരുക്കമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ കാണിക്കുന്നതല്ല യഥാർത്ഥം ഉണ്ടോന്ന് തന്നെ അറിയത്തില്ല. അതെ, ഇപ്പൊ ഒരു ചേഞ്ചും കൂടെ ഉണ്ട്. കാര്യം മറ്റേതുപോലെ നമ്മൾ ഇന്ന സമയം കാത്തിരിക്കുക അതൊന്നും ഇപ്പൊ ആവശ്യമില്ല. കാര്യം ഇപ്പൊ ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് ജനറേഷൻ അല്ലേ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം സീരിയസ്ലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തട്ടടയിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒരു അമ്മച്ചി, പ്രായമുള്ള ഒരു അമ്മച്ചി ഞാൻ നോക്കിയപ്പോ കാണുന്നത് എന്താണെന്നറിയോ? നേരെ ഫോൺ എടുക്കുന്നു, അവര് നേരെ OTT പ്ലാറ്റ്ഫോം എടുക്കുന്നു, ഏതാ ചാനൽ വെച്ചാൽ അത് എടുക്കുന്നു, എന്നിട്ട് സീരിയല് കാണുന്നു മൊബൈൽ ഫോണിൽ. സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് സാമ്പത്തികം എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് ഇപ്പോഴും ആശ്രയം മെനക്കേട് പെട്ടി തന്നെ. ഇപ്പൊ സഹോദര, അപ്പൊ താങ്കൾ വീട്ടിൽ അങ്ങനെയാണോ? 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 നിങ്ങൾ ചേട്ടാ, അവരുടെ വീട്ടിൽ ആരും ഇല്ല വേറെ കാണാൻ. പുള്ളി മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് പറയാം. ഞാൻ പറഞ്ഞത് മുൻപ് ഉണ്ടായിരുന്നു. അത് ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുടുംബ ബന്ധം വരെ വിള്ളലാകുന്ന രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളുടെ ഡയലോഗ് മാറ്റിയിട്ടുണ്ട്. കേട്ടിട്ടാണ് ഭർത്താവിനോട് പെരുമാറുന്നത്. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് നമ്മള് ദൂരദർശനിൽ വരുന്ന ജ്വാല ആ ഒരു സീരിയലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തേ ഉണ്ടല്ലോ കുടുംബ പ്രശ്നങ്ങള് ഉണ്ടല്ലോ. അപ്പൊ സീരിയൽ കണ്ടിട്ടാണ് കുടുംബ പ്രശ്നങ്ങൾ വരുന്നതെന്ന് ഒന്നും പറയരുത്. അമ്മായിമ്മ പോലും കുടുംബ പ്രശ്നങ്ങളെല്ലാം വരുന്നത് സീരിയൽ കണ്ടിട്ട് മാത്രമല്ല. പിന്നെ മാം പറഞ്ഞ പോലെ അതൊരു അഡിക്ഷൻ ആയി പോകുന്നതല്ല, അഡിക്ഷൻ ആയി പോവല്ല. അവര് ചിലര് ഈ നാട്ടും പ്രദേശം അങ്ങനെയുള്ളിടത്തൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്റെ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല എരുമേലി സൈഡാണ്. മമ്മിയുടെ വീട് എരുമേലിയിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് 6 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അവർ ആ സീരിയൽ കാണുന്നുണ്ട്. അവർ ആ ഞങ്ങളെ കഥാപാത്രങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുക. പണ്ടായിരുന്നു വില്ലത്തി നായിക നായകൻ എന്നുള്ളത്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും അവർ സ്നേഹിക്കുന്നുണ്ട്. അത് അവർക്ക് ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് അതാണ്. ഒരു പൈസ ചെലവാക്കി. അതെ ചേട്ടാ, ഞാനെന്ന് വെച്ചാൽ ഒരു ജെൻസി കിഡാണ്. പക്ഷെ ഞാൻ ചെറുതിലെ തൊട്ട് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ സീരിയൽ കാണാറുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എന്നുവെച്ചാ എനിക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്നോ അതുപോലെ ഇതുപോലെ ഒരുങ്ങി നടക്കണമെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കപ്പോൾ ഇത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം തോന്നിയത് എനിക്ക് അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രമാണ് അതിന് വരുന്നത്. ഒരു കലയാണ് അഭിനയം എന്ന് പറയുന്നത്, ഒരു കല മാത്രമാണ്. ഒരു കഥാപാത്രത്തിന് യോജിച്ച മേക്കപ്പ് വേണം എന്നാണ് പറഞ്ഞത്. മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ നേരെ ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുപോവാ. ചാനൽ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. മനസ്സിലായോ?
അതിലൊന്നും കൂടി നമ്മൾ കളർഫുൾ ആയിട്ടിരിക്കും. അല്ലാണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണ്ട. ചേട്ടൻ എപ്പോഴെങ്കിലും ലൊക്കേഷനിൽ വന്നിട്ടുണ്ടാ? ലൊക്കേഷനിൽ പല ലൊക്കേഷനിലും ചേട്ടൻ ഒന്ന് വന്നു. ചേട്ടൻ എന്തിനാ പോകുന്നത്? ആളാണ് സ്ഥിരം പോകുന്ന ആളാണ്. എങ്ങനെയുണ്ട്? മാത്രമല്ല ഞാൻ മുമ്പേ ഒരു കാര്യം മേഡത്തോട് ചോദിച്ചോ. തൂങ്ങി മരിച്ച ഒരാളുടെ മുഖഭാവം അതേപോലെ തന്നെ പറയട്ടെ, ഒരു വിഷം കഴിച്ച ഒരാള് പറയട്ടെ, ഒരു വിഷം കഴിയായിരിക്കും. നിങ്ങളെ അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുപോവാണെങ്കിൽ മുഖഭാവം ഒന്നും കാണുമല്ലോ. ഇവിടെ KPAC-യുടെ നാടകം, അതേപോലെ തന്നെ പറഞ്ഞു വരട്ടെ, അതേപോലെ തന്നെ ഇവിടെ സിനിമ ഇൻഡസ്ട്രി ഉണ്ട്. അതിനകത്ത് ഒരാള് പിന്നെ ഞാൻ പറഞ്ഞ രീതി സൂയിസൈഡ് ചെയ്യുവോ, ഒരു ആക്സിഡന്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അവരെ ഇതിൽ പിന്നെ സീരിയലിനേക്കാൾ നല്ല രീതിയിൽ അത് ടെലികാസ്റ്റ് ചെയ്താണ്, ഒറിജിനാലിറ്റിയോട് കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. KPAC-യുടെ നാടകം ഒരു കാലത്ത് ഒരു മൈക്കിന്റെ കീഴെ, ഒരു ലൈറ്റിന്റെ കീഴെ കൊണ്ട തുറന്ന് അഭിനയിച്ച അഭിനേതാക്കള്, അതിപ്രഗത്ഭരായ അഭിനേതാക്കളുണ്ട്. അവരുടെ ഒരു നിമിഷം അവരുടെയൊക്കെ എക്സ്പ്രഷൻ അല്ലെ, അവരുടെയൊക്കെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെ അവരെ ഓരോ കഥാപാത്രത്തിനനുസരിച്ചുള്ള വേഷവും അടിയുണ്ടാക്കിയിട്ട് വരുവാതെ ബട്ടൺസ് ഒക്കെ പറിച്ച് ഷർട്ടൊക്കെ വലിച്ചു കീറിയിട്ടായിരിക്കും. നിങ്ങൾ ഞാൻ ഈ സീരിയലിന്റെ വിവാഹ സമയത്ത് തല്ലുണ്ടാക്കിയിട്ട് വരുവാ വരൻ. ഇവിടെ ഒരു ശകല സീരിയൽ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അടിയുണ്ടാക്കിയിട്ട് വന്ന വരനെ കണ്ട എനിക്ക് തന്നെ പുച്ഛം തോന്നി. കാര്യം എന്താണെന്ന് അറിയാം, ഇവിടെ ഇച്ചിരി വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്, ഷർട്ടിന് ഉടഞ്ഞിട്ടില്ല, മുടിയോടെ പിന്നെ ഉഴപ്പിയിട്ടില്ല, പക്ഷെ ആകപ്പാടെ അവശനായിട്ടാണ് പുള്ളി വരുന്നതായിട്ട്. റിപ്ലൈ പറയൂ ശ്രീകാന്ത്. KPAC-യുടെ നാടകം ഈ ഒരു കോപ്രായം കാണുന്നത് സീരിയലിൽ മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങ് നാടകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. നാടകത്തിന്റെ ഡയലോഗ് പ്രസന്റേഷൻ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ ഡയലോഗ് പ്രസന്റേഷൻ പോലെയാണോ? പാവനമായിരുന്ന ഈ മണ്ണിൽ കുറെ വിഷവിത്തുക്കൾക്ക് ജന്മം നൽകേണ്ടി വന്നത് ഒരുപക്ഷെ ഭൂമി പെണ്ണിന്റെ മുച്ചന്മ കർമ്മഫലമായിരിക്കാം. പാവക്കറപ്പലിന്റെ കൈകളാൽ മക്കൾ ഉണ്ടാക്കിയ തീരാ ദുഃഖത്തിന്റെ നക്ഷതകൾ അമ്മയുടെ മാറിൽ നിന്ന് പറിച്ചെറിയും. പരിതപിക്കുന്ന അമ്മയുടെ പരണ്ടുടങ്ങിയ കണ്ണീർത്താലുകൾ കഴുകിക്കളയാൻ, പുതിയൊരു ശുദ്ധി വരുത്തി എന്റെ അമ്മയെ നിർമ്മലയാക്കാൻ നിന്നെ പോലുള്ള ബാസ്റ്റിനെ എനിക്ക് കൊന്നേ മതിയാവൂ. അത് ഞാൻ ചെയ്യും ചെയ്തവൻ. ഇതുപോലെയാണോ നാട്ടുകാർ ഡയലോഗ് പറയണം? അന്നത്തെ നാടകം കണ്ടിട്ട് KPAC നാടകം കണ്ടിട്ട് അല്ലല്ലോ. അതൊന്നും പറയില്ല. ഇങ്ങനെ നാടകം മോശം. ഞാൻ നാടകക്കാരനായി നിങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ അഭിനയമെന്ന് പറയാൻ ഒരവസരം പറയാനുള്ളത്, സീരിയല് എന്ന് പറയുന്നത് മുഴുവനും അതിൽ വഴക്കാണ്. അമ്മായി അമ്മയും മരുമക്കളുമായിട്ട് സീരിയലിൽ എല്ലാം മിക്കതിലും തന്നെ അത് തന്നെയാണ് അതിന്റെ കഥകള്. അപ്പൊ അത് ഞാൻ പറയുന്നത്, എല്ലാവരും ചിലപ്പോ അത് കണ്ട് അനുകരിച്ചൊന്നും വരില്ല, പക്ഷെ ചിലര് അതിനെ അനുകരിക്കുന്നു. അതുപോലെ ഒരു 7 മണിയൊക്കെ ടീച്ചറായിരുന്നു. അപ്പൊ എല്ലാവരും 7 മണിയാകുമ്പോ ടിവിയുടെ മുമ്പിലാണ് സ്ത്രീകള്. കാര്യം ടൈം ആവില്ലായിരിക്കും. അതെ, ആ സമയത്ത് ടൈം ആയിരിക്കില്ലായിരിക്കും. പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരിക, നമ്മുടെ മക്കള് അവര് പഠിക്കാണ്ടിരിക്കുക. അപ്പൊ നമ്മളിപ്പോ അമ്മൂമ്മമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ടിവിയുടെ മുമ്പിലാണ്. അപ്പൊ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു? അവരും സീരിയൽ കാണാം. കൊച്ചുകുട്ടികൾ സീരിയൽ കാണാൻ വരുന്നു. അവരും ഇതിലെ നെഗറ്റീവുകളാണ് അനുകരിക്കുന്നത്. പോസിറ്റീവ് അവർ കൊച്ചുകുട്ടികൾ അങ്ങനെയാണല്ലോ, അവർക്ക് തിരിച്ചറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് കൂടുതലും അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മാഡം പറഞ്ഞു ജ്വാല, അതൊക്കെ ഒരു ടൈമാണ്, 3-3:30 സമയം കാണാറുണ്ടത്. പക്ഷെ അന്ന് നമ്മുടെ കുട്ടികളെ അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വരുന്നില്ല, ഹസ്ബൻഡ് വരുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബകാര്യം നോക്കാൻ പറ്റും, നമ്മൾ സീരിയലും കാണുന്നു. പക്ഷെ ഇതിൽ നിന്ന് അതുപോലെ ഒത്തിരി നെഗറ്റീവുകൾ ഇങ്ങനെ വഴക്ക് വരുമ്പോഴത്തേക്കും എന്താ അത് കണ്ട് അനുകരിച്ചു പോകും. ഈ പറയുന്ന പോലെ ഇപ്പൊ അമ്മായിമ്മ മരുമകൾ എന്നുള്ള ആ ഒരു വഴക്കൊക്കെ സീരിയലില് വളരെ കുറവാണ്. പൊതുവെ ജനറേഷൻ മാറിയതനുസരിച്ചിട്ട് കുടുംബവിളക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ മുഴുവൻ അതാണ്. അത് കഴിഞ്ഞല്ലോ ചേച്ചി, കുറച്ച് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മോൻ മരിച്ചാലും ശരി മരുമകളുടെ കണ്ണുനീര് കാണും. സീരിയല് തുടങ്ങിയ സമയം തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കണമെങ്കിൽ അമ്മായിമ്മ പോര്, തമ്മിലടി, പരദൂഷണം, അവിഹിതം, ഇത്രയും കാര്യങ്ങളാണ് അന്ന് തൊട്ട് ഇന്ന് വരെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയില്ല. ഇന്നിപ്പോ കൂടുതലായിട്ട് തന്നെയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഇന്നും റേറ്റിംഗ് വൈസ് വെച്ച് നോക്കണമെങ്കിൽ ഇന്ന് കേറിയിട്ടുള്ളൂ. കൂടുതലായിട്ട് വരുന്നു.
അപ്പൊ നമ്മൾ കുറച്ചൊക്കെ ചെയ്യുമ്പോ കുറച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാം. തമ്മിൽ തല്ലുന്നതും ഒക്കെയാണ് ഇഷ്ടം. അല്ലാതെ എല്ലാവരും നല്ലവരായിട്ട് എങ്ങനെ ശാന്തമായിട്ട് പോണ ഏത് പ്രോഗ്രാം കാണുന്നവരില്ല. നാച്ചുറൽ ആയിട്ട് സീരിയൽസ് ഇവിടെ വന്നിട്ടുണ്ട്, അത് കാണാൻ ആൾക്കാരില്ല. ഫ്ലവേഴ്സ് തന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് കഥയറിയാതെ സീരിയലായിരുന്നു ജോഷി സാറിന്റെ. അത് ഭയങ്കര നാച്ചുറൽ പക്ഷെ അതൊന്നും കാണാൻ ആൾക്കാർക്ക് റേറ്റിംഗ് കുറവായിരുന്നു. ആളില്ലാത്തതിന്റെ കാര്യം ആൾക്കാരുടെ ഇഷ്ടമാണ്. ആൾക്കാർ വെറുക്കാനുള്ള കാരണം, കുറെ ആൾക്കാർ വെറുക്കാനുള്ള കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു ഇല പോലും ശരീരത്ത് പറ്റിയിട്ടില്ല. അപ്പൊ അഭിനയം കറക്റ്റ് ആണെങ്കിൽ ആൾക്കാരുണ്ടാകും, പ്രേക്ഷകരുണ്ടാകും, കാണും. നല്ല നല്ല കാര്യങ്ങൾ ജെൻസി പിള്ളേര്, അതുപോലെ തന്നെ ഈ ന്യൂ ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജെൻസി, ഇത്രയും ആൾക്കാര് സയന്റിഫിക് ടെമ്പറാണ് കൂടുതൽ ചിന്തിക്കുന്നത്. മതവിശ്വാസങ്ങളെ അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെ ഇതിനെയൊക്കെ എതിർത്ത് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വികസനങ്ങളിലും ഒക്കെ ഉന്നമനം ഉണ്ടാകണമെന്ന് ആൾക്കാരെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ശരി, താങ്കൾ പറഞ്ഞു സീരിയലിന്റെ കാര്യം പറഞ്ഞു. സിനിമയ്ക്കകത്ത് ഇതേപോലെ നാച്ചുറൽ ആയിട്ട് മരിക്കുന്ന സീനും എല്ലാം കൊടുത്തിട്ടും ചില സിനിമകൾ ഒട്ടും ഓടാറില്ലല്ലോ. എന്താ അത് കാരണം? എന്താ ഉത്തരം പറ. എന്തേ? എല്ലാ സീരിയലും വിജയിക്കുമോ? എല്ലാ സീരിയലും വിജയിക്കുമോ? എല്ലാ സീരിയലും വിജയിച്ചിട്ടുണ്ടോ? എല്ലാ സീരിയലിനും പ്രേക്ഷകരുണ്ടാവോ? ഉണ്ടാവോ? അതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു അമ്മയ്ക്കുണ്ടായ മക്കള് 10 പേരുണ്ടെങ്കിലും 10 പേരും പ്രഗത്ഭരായിരിക്കുകയല്ല. നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ നമ്മുടെ വീട്ടമ്മമാരെല്ലാരും വൈകുന്നേരം സീരിയൽ കാണുന്നവരാണ്, അച്ഛനമ്മമാരെല്ലാം. ഞാൻ സീരിയൽ കാണുന്ന ആള്, സമയമില്ലാത്തതുകൊണ്ട് കാണുന്നില്ലാത്ത ആളാണ്. പക്ഷേ ഈ സീരിയല് 1 കൊല്ലം കഴിഞ്ഞാലും ആ സീരിയല് തുടങ്ങിയിടത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത്. അതിനൊരു മാറ്റം എങ്ങോടെങ്കിലും ആ കഥയൊന്നും മാറണ്ടേ? മാറുന്നില്ല. 10 വർഷം കഴിഞ്ഞാലും ആ സീരിയൽ അതേ ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുക. ഒരു കല്യാണ ചടങ്ങാണെങ്കിൽ 1 വർഷം കഴിഞ്ഞാലും അവരുടെ ആ 3-4 ദിവസത്തെ ചടങ്ങ് തീരൂല. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോ നമുക്ക് അതിന് വിരുദ്ധത പറയേണ്ടി വരും. പക്ഷെ ഇതൊക്കെ പറയുമെങ്കിലും ചേച്ചി അത് കാണുന്നു. ഞാൻ കാണുന്നില്ല, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. രാത്രി 8 മണിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ ഞാൻ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ 8 മണിക്ക് ജോലി കഴിഞ്ഞ് 8:30 ആവും വീട്ടിലെത്തുമ്പോ. എനിക്ക് പക്ഷെ TV വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോ ചിലപ്പോൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല കാണാത്തത്. ഞാൻ പറഞ്ഞല്ലോ, കല്യാണം സംപ്രേഷണം ചെയ്താലും നല്ല സിനിമ, നല്ല ആശയങ്ങളും നല്ല മെസ്സേജുകളും കൊടുക്കുന്ന എന്തെങ്കിലും ഒക്കെ ഇടയ്ക്കുണ്ടെങ്കിൽ അത് ആളുകളെ അല്ല ഉണ്ട് ചേച്ചി. ചേച്ചി ഉണ്ട്. 10 വർഷം സീരിയൽ ഓടിയാലും അതിനകത്ത് ആ വില്ലൻ തന്നെ എന്നും എന്തെങ്കിലും ഒരു നമ്മുടെ ലൈഫിലും ഇപ്പൊ നമ്മുടെ ലൈഫിലും ഇപ്പൊ ഒരാള് വില്ലനായിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കും ഇഷ്ടപ്പെടും. അല്ല ചേച്ചി, നമ്മുടെ ലൈഫിലും ഇപ്പൊ ഒരാള് വില്ലനായിട്ടുണ്ടെങ്കിൽ ആ വില്ലൻ തന്നെയായിരിക്കും ചിലപ്പോ നമ്മുടെ ലൈഫ് ലോങ് ഫുൾ നമ്മുടെ ഒരു സ്വഭാവ മാറ്റം വരുമല്ലോ. ഇത് അതില്ല. ഞാൻ ചെയ്യുന്ന സീരിയലില് എന്റെ കഥാപാത്രം മഞ്ജു എന്ന കഥാപാത്രം ആദ്യം എന്റെ അമ്മയുടെയും ബ്രദറിന്റെയും കൂടെ നിന്നിട്ട് വില്ലനായിരുന്നു. നല്ല വില്ലത്തിയായിരുന്നു അല്ലേ? നല്ല വില്ലത്തിയായിട്ട് ഇവളുടെ കരുണ എന്ന ക്യാരക്ടറിന്റെ ഒപ്പം നിന്നിട്ട് നല്ല വില്ലത്തരം ചെയ്ത ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ അതിൽ നിന്ന് എനിക്കൊരു പാഠം കിട്ടിയപ്പോ ഞാൻ മാറി. അതൊരു മെസ്സേജ് ഞാൻ ചെയ്ത സീരിയലാണ് ആദ്യം വില്ലനായിട്ട് വന്നു, പിന്നെ പോസിറ്റീവ് ആയിട്ടുണ്ട്. ചില സീരിയലിൽ ഞാൻ പോസിറ്റീവ് ആയിട്ട് വന്നു, പിന്നെ വില്ലനായിട്ട്. ഒരേ രീതിയിലുള്ള കണ്ടന്റുകളാണ് വരുന്നത്. പോയാലേ കാര്യമുള്ളൂ. അതുവരെ ക്ഷമിക്കണ്ടേ? നായകനാക്കാം നമുക്ക്. ഒരേ ലെവലിൽ തന്നെ കാണുമ്പോഴാണ് ആളുകൾ അതിനെ പ്രതികരിക്കുന്നത്. ഞാൻ സീരിയല് കാണാറുള്ള ആളല്ല. അല്ല, പക്ഷേ എന്റെ അമ്മയൊക്കെ ഇതിനകത്ത് തന്നെയാണ്. ജീവിതം ഇതിനകത്ത് തന്നെയാണ്. അവര് എത്ര കൊല്ലം പോയി കാണും ഇതിനകത്ത്? അമ്മ ഒത്തിരി വർഷങ്ങളായി സീരിയൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെയാണ്. അതുപോലെ അമ്മയും കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇരുത്തേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതാ വരാത്തത്. ഒത്തിരി ആൾക്കാർ പുറത്തിറങ്ങാൻ പറ്റാതെയും മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത ഒത്തിരി അമ്മമാരും അച്ഛന്മാരും എല്ലാരും ഉണ്ട്. അവരൊക്കെ ഇത് വെച്ച് കണ്ട് ഇതിൽ നിന്ന് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. എന്റെ
അതാണ് എന്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് ആ കഥയിലുള്ളത് മൊത്തം പറയാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ ഇന്ന് കാണുന്ന കഥയുടെ ഒരു പോയിന്റ് പോലും വിടാണ്ട് അമ്മ അത് മുഴുവനും പറയും. ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോ വൈകുന്നേരം ഈ സീരിയലിന്റെ സമയത്ത് കറണ്ട് പോയി അന്നേരം അമ്മയ്ക്ക് സീരിയൽ കാണാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി കിടന്നു കഴിഞ്ഞപ്പോ ഏതോ ഒരു അമ്മച്ചോ മോളോ ആരാണ്ട് മരിക്കുക എന്തോ ചെയ്യാനായിട്ട് ഇരിക്കണു. അല്ല സാറേ. അന്നേരം ഈ അമ്മ പറയാ ശോ അതിന് എന്താ പറ്റിയ എന്നാന്ന് അറിയാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു എന്നാമ്മ പറ്റിയ ആർക്കാ എന്താ പറ്റിയമ്മയെന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറയാം അല്ല ആ സീരിയലിനകത്ത് ഞാൻ ചാടി എണീറ്റിരുന്ന ചോദിച്ചു അമ്മ എന്നതാ ഈ പറഞ്ഞു. ഞാൻ ഓർത്ത് ആർക്കാണ്ടൊക്കെ എന്തോ പറ്റിയെന്ന് ഓർത്തേന്ന് ഞാൻ ഓർത്തു. അതുപോലെ ഇവരുടെ മനസ്സിൽ കിടന്നുകൊണ്ട് ഈ സീരിയലിനെ കുറിച്ചും ഈ കഥകളെ കുറിച്ചും എല്ലാം അവർ അതുപോലെ തന്നെ ഓർത്ത് വെച്ച് ആസ്വദിച്ചോണ്ടിരിക്കുകയാണത്. വയ്യാതെ കിടക്കുന്ന അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും ആ ടൈമിൽ എഴുന്നേറ്റ് അവർ ആരോഗ്യമായി നടക്കാനും പോകാനും ആ സീരിയലിൽ നിന്ന് കാണാനും അവിടെ ഇരുന്നൊരു ചായ കുടിക്കാനും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അതാണ് അവരുടെ ആരോഗ്യം. അമ്മ നല്ല രീതിയിൽ ഇനി 20 വർഷം. ഞാനിപ്പോ ഈ കേട്ടിടത്തോളം കൊണ്ട് ഒരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്നവർക്കും ഈ പ്രേക്ഷകർ എനിക്ക് അറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യം പറയാം. അവർക്കെല്ലാം നായകന്മാരെയാണ് അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി. അതാണ് അവർക്ക് ഇഷ്ടം. അതാണ് ഇപ്പൊ അവര് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ ഈ നല്ല നായകൻ വരണമെങ്കിൽ അതിന്റെ എതിർ സ്ഥാനത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ വരണം, അല്ലെ ഒരു വില്ലത്തി വരണം, അല്ലെങ്കിൽ നായകനൊരു പ്രസക്തി എവിടെ ശക്തനായ ഒരു എതിരാളി മറുവശത്തുണ്ടെങ്കിൽ മാത്രമേ. ഇതൊക്കെ കഥാപാത്രങ്ങളാണ്. ഇതുണ്ടെങ്കിലേ ഇത് വിജയിക്കൂ. അത് ജീവിതത്തിലായാലും സിനിമയിലായാലും സീരിയലിലായാലും നാടകത്തിലായാലും എല്ലായിടത്തും ഇതുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്മായിയമ്മ മരുമകളെ അല്ലെ കൊച്ചുമകനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ കുറെ ഭക്തിസാന്ദ്രമായ കുറെ സീരിയല് അന്ധവിശ്വാസങ്ങൾ വളർത്തുന്ന സീരിയലുകള് ഇതൊക്കെ അല്ലാതെ പുരോഗമന ആശയമുള്ള ഒരൊറ്റ സീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഞാനൊരു സീരിയലിന്റെ പേര് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ മൗനമാണല്ലോ ഉപ്പും മുളകും. ചോദിച്ച ചോദ്യം ഒരു കഥാനായകൻ ഉണ്ടെങ്കിലേ ഒരു വില്ലൻ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വില്ലൻ ഉണ്ടെങ്കിലേ കഥാനായകൻ ഉള്ളൂ. ഓബ്വിയസ്ലി ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഒരു പോസിറ്റീവ് എംഫസൈസ് ആയിട്ട് കാണുള്ളൂ. തീർച്ചയായിട്ടും അത് ജീവിതത്തിലും അത് തന്നെയാണല്ലോ. ജീവിതത്തിൽ നമ്മൾ ഒരാളെ നല്ലത് ചീത്ത എന്ന് വേർതിരിക്കുന്നത് ഈ പറഞ്ഞ ബേസിസിലാണ്. ഇന്ന ആള് നല്ലതാണ് എന്ന് പറഞ്ഞാൽ മറ്റാള് ചീത്ത ആയതുകൊണ്ടാണല്ലോ ഇന്ന ആളെ നല്ലതെന്ന് പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു സീരിയൽ ആസ് എൻ എന്റർടൈൻമെന്റ് ഇസ് ഗുഡ്. തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പൊ പുറകില് പറഞ്ഞ പോലെ തന്നെ പ്രായമുള്ള വ്യക്തിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെയുള്ള അവർക്ക് ടെലിവിഷൻ ഒരിക്കലും മെനക്കേട് ടി വി അല്ല, അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് അവനവന്റെ ലൈഫ് സ്റ്റൈലിനെ അഫക്ട് ചെയ്യുന്ന പോലെ അവനവന്റെ ജീവിതത്തിലോട്ട് എടുക്കുമ്പോഴോ അതിലെ ക്യാരക്ടറായിട്ട് മാറാൻ ശ്രമിക്കുമ്പോഴോ ഈ നമ്മൾ മിണ്ടാപ്പൂച്ച എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്നവർ ചിലപ്പോ ഇതിനകത്തെ ഒരു വില്ലത്തി കഥാപാത്രത്തെ കണ്ടിട്ട് വൈ കാണ്ട് ഐ ഓൾസോ ബി ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ ഉണ്ട്. അത് ഒട്ടും അഭിലഷണീയമല്ല. ചേച്ചി മാം ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുമ്പോഴാണ്. അങ്ങനെ എടുക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരാണ്. പിന്നെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന സീരിയലില് ഞാൻ എന്താ പറയാ, ഞാൻ നാത്തൂനായിട്ട് വന്നതാണ്. നായികയുടെ അതായത് നായകന്റെ പെങ്ങളാണ്. ആ വന്ന സമയത്ത് ഞാൻ ചെറിയൊരു കുശുംബി ക്യാരക്ടർ അങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ആ കുന്നായ്മ കൂടിയിട്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോ ഞാൻ നല്ലതായി. അതെന്താ പറയാ, ആ ചെറിയൊരു കുശുമ്പ് പിന്നെ ഞാൻ ആ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് ആവാൻ കാരണം ഈ പറയുന്ന നായിക എന്റെ ഹസ്ബൻഡിനെ നായികയുടെ വീട്ടുകാരും അടിച്ചോടിക്കുന്നു. അതൊക്കെയാണ് എന്റെ റിവെഞ്ച്. അപ്പൊ അതാ പറഞ്ഞ നമ്മള് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ വില്ലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലെ വില്ലത്തി എന്ന് പറഞ്ഞ ഇതിനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചൊറിയോ മാന്തയോ ചെയ്യുമ്പോഴാണ് അവർ ആ ഒരു രീതിയിലേക്ക് അങ്ങോട്ട് അങ്ങനെ ആകുന്നത്. അത് ജീവിതത്തിലും ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മള് സീരിയല് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളാണ് നമ്മൾ ഓരോ സിനിമ സീരിയൽ എന്നൊക്കെ പറയുന്നത്. അപ്പോ അതില് തിന്മകൾ ഉണ്ടാകാം, നന്മകൾ ഉണ്ടാകാം. പക്ഷെ കുറച്ചും കൂടി ഒരു നന്മയായ കാര്യങ്ങള് ആണെങ്കിൽ നമ്മൾക്ക് നെഗറ്റീവ് കുറച്ചും പോസിറ്റീവ് കൂടുതലും ആണെങ്കിൽ നമുക്ക്
കുട്ടികൾക്ക് എന്താ പറയുക? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൂടുതലും സീരിയലിലേക്ക് നോക്കാറില്ല. ഞങ്ങള് റീൽസ് അല്ല, സീരീസ്, സിനിമകൾ. സീരിയൽ ആണെങ്കിൽ വെബ് സീരീസ്, സീരിയൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഒത്തിരി സീരിയൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഐ മീൻ ഞങ്ങൾക്ക് അപ്പം സീരിയൽ ആണെങ്കിലും സിനിമ ആണെങ്കിലും സീരീസ് ആണെങ്കിലും അതിൽ നിന്ന് പഠിക്കാൻ പലതും ഉണ്ട്. നമ്മൾ അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം കാണാതെ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പലതും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെറുപ്പകാലത്ത് പല സീരിയലും കണ്ടിട്ടുണ്ട്. അപ്പം അതിലിപ്പോ ഒരു ദുഷ്ടയായ ഒരാള് ഒരു കുഞ്ഞിനെ നോവിക്കുക, അങ്ങനെ എന്തെങ്കിലും ദുഷ്ടത്തിനെ ചെയ്യുമ്പം ഞങ്ങൾക്ക് അവരോട് എമ്പതിയാ തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു അതിനോട് എമ്പതി തോന്നും. അതിലെ ആ എമ്പതി അവിടെ പഠിക്കുക ഞങ്ങൾ ചെയ്യുന്നത്. നെഗറ്റീവ് പാടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദുഷ്ടവരുണ്ടെങ്കിൽ നമ്മൾ അകറ്റി നിർത്തണമെന്ന് നമ്മൾ അവിടെ പഠിക്കുക ചെയ്യുന്നത്. ഒരെണ്ണത്തിൽ അതും ഒരു കാര്യം നടക്കുമ്പം അതിനെ നല്ലത് അല്ല നെഗറ്റീവ് മാത്രം ചിന്തിക്കാതെ അതിൽ നിന്ന് പോസിറ്റീവ് നമുക്ക് ഉൾക്കൊള്ളാൻ. മേഖല മെച്ചപ്പെടുത്താനുള്ള കാര്യമേ ഞങ്ങൾ ചേട്ടൻ പറഞ്ഞ സീരിയൽ കാരണം ദാമ്പത്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ചിലപ്പോ അവർക്ക് ആ ദാമ്പത്യം നഷ്ടപ്പെടുത്താനുള്ള ഒരു കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും സീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് ആ ദാമ്പത്യം നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അത് അവർക്ക് ആ ദാമ്പത്യം വേണ്ട, നശിപ്പിക്കാൻ അവർക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടാന്നുള്ളൊരു കാരണം മാത്രമായിരിക്കും. അല്ലാതെ ഒരു സീരിയൽ കൊണ്ട് ഒരിക്കലും ഒരു ദാമ്പത്യം നഷ്ടപ്പെടുന്നില്ല. ഞങ്ങളുടെ വീടുകളിൽ സീരിയൽ കാണുന്നുണ്ട്, എന്റെ വീട്ടിൽ സീരിയൽ കാണുന്നുണ്ട്. പിന്നെ ആ മേഡം പറഞ്ഞ പോലെ സീരിയൽ കാണുമ്പോ പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരോട് പറയുവാണെങ്കിൽ അവരവിടെ സീരിയൽ ഇടത്തില്ല. അതിന് പകരം വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ടിവിയിൽ സീരിയൽ ഇട്ടാലേ പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫോണിൽ കാണാം, അവർക്ക് OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. അവർക്ക് ഇന്ന് ഞങ്ങൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. OTT പ്ലാറ്റ്ഫോം അവർക്ക് നേരിട്ട് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അങ്ങനെ പറ്റാത്തവർ വന്ന് പറയും ഇതിൽ ഫോണിൽ അവര് എന്റെ മോള് 17 വയസ്സുണ്ട്. അവള് 9th വരെ എന്താ പറയാ, അവൾക്ക് വേറെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെയൊക്കെ പഠിക്കണമെന്നാണ്. മോള് പറഞ്ഞ പോലെ തന്നെ അവള് കാണുന്ന സീരീസ് ആണ്, കൊറിയൻ സീരീസ് ഒക്കെയാണ്. ആ കൊറിയൻ സീരീസിൽ അവള് ഒരു എന്താ പറയാ ഡോക്ടർ, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നവർക്കറിയാം, ഞാനത് കാണാറില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പം അവള് 10th കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഒരു തവണയെങ്കിലും നീറ്റ് എഴുതിയിട്ട് എനിക്ക് ഡോക്ടർ ആവണം. അതിൽ നിന്ന് എന്താണെന്നറിയോ, ഒരു മെസ്സേജ് ആണ് അവൾ പറയുന്നത്. എന്താണെന്നറിയോ, കാർഡിയാക് സർജൻ ആവണം. എന്താണെന്നറിയോ, അതെന്താണെന്നറിയോ, ആ സീരിയസ് കാണുമ്പോൾ അതിനകത്തു നിന്നുള്ള പോസിറ്റീവ് വശം അതുപോലെ അതാ ഞാൻ പറഞ്ഞത്. ചേട്ടാ നമ്മുടെ ശാസ്ത്രീയ വശങ്ങൾ വരട്ടെ. ഏതൊക്കെ സീരീസ് കണ്ടിട്ടുണ്ട് ചേട്ടൻ? ഈ മറ്റേ മൂല്യമൊക്കെ പറയുന്നുണ്ടല്ലോ ഓരോന്നിന്റെ. മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ സിനിമയും കാണില്ല, എല്ലാ സീരിയലും കാണാൻ പറ്റും. പുള്ളി സിനിമ കാണാറില്ല, സീരിയൽ കാണും. മേക്കപ്പ് ഇട്ട് ടെലിവിഷനിൽ ഇരുന്നിട്ട് ടെലിവിഷനെ കുറ്റം പറയണം. ഈ കാണുന്നതിലെ വികലമായ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറഞ്ഞത്, അല്ലെ കാണുന്നതിലെ പോരായ്മകളാണ് ഞാൻ. ഒരു സീരിയൽ പറയും ചേട്ടൻ ഈ പറഞ്ഞ പോലെ പട്ടുസാരി കൊടുത്ത് അല്ല ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. സംവിധായകരോട് പറയണം. പറയട്ടെ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ സംവിധായകരോട് പറയണം, ഈ ഓരോ കഥാപാത്രത്തിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് കൊണ്ടുവരിക. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ചേട്ടാ വല്ലതും കഞ്ഞി കുടിച്ചു ചേട്ടന് വേറെ പണിയൊന്നും സീരിയൽ കണ്ടിട്ടില്ല, വെറുതെ അലമ്പാൻ വേണ്ടി പറയണതാ. ആ ചേട്ടാ സീരിയലൊന്നും കണ്ടിട്ടില്ല, വെറുതെ പറയാൻ വേണ്ടി പറയണതാ. സീരിയലിന്റെ കാഴ്ചക്കാരനാണ് ഞാൻ. ചേട്ടൻ പണ്ടത്തെ സീരിയൽ എന്തോ ഒരെണ്ണം വേണ്ടിട്ട് ഒരെണ്ണം കണ്ടിട്ടൊന്നും വന്നതേ ഉള്ളു. പണ്ടെന്തോ ആരോ മേക്കപ്പ് ഇട്ട് മരിച്ച ഒരു സീരിയൽ കണ്ടു മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ചേട്ടൻ ഇപ്പൊ ചേട്ടൻ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന സീരിയലിന്റെ പേര് ഒരു കാര്യം പറഞ്ഞു, പറയാൻ സമ്മതിച്ചില്ല. 6 ദിവസം കാട്ടിലറിഞ്ഞവനെ 6 ദിവസം ഒരു വസ്ത്രമിട്ട് ഞാൻ പറയാം. ചേട്ടൻ ഈ അടുത്ത് ഈ ഒരു വർഷത്തിനുള്ളിൽ കണ്ട ഒരു സീരിയലിന്റെ പേര് പറ.
പറ ഒരു അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് രാമായണം ഞാൻ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി 10 വർഷം എങ്ങാണ്ട് തപ്പി നടന്നു അമ്മയെ തപ്പി അന്നും കുട്ടി ഇത്രേ ഉള്ളൂ പിന്നെ അത് തീരുന്നവരെ ഇത്രേ ഉള്ളൂ അതാ പറഞ്ഞേ ഒരു സീരിയലും ഇല്ല എന്റെ പൊന്നാണ് 1000 എപ്പിസോഡ് അല്ലെങ്കിൽ 1500 എപ്പിസോഡ് അതിൽ കൂടുതൽ ഒരു സീരിയലും പോയിട്ടില്ല 10 വർഷം പോയെന്നെ അന്ന് മുതലേ പോകുന്ന കൊച്ചിനും പ്രായം ഇതേ ഉള്ളന്നേ വളരുന്നില്ല ഇപ്പോഴത്തെ സീരിയലിൽ ആൾക്കാർക്ക് നീണ്ട സീരിയൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു 20 വയസ്സുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് 10 വയസ്സുള്ളപ്പോ തുടങ്ങിയ സീരിയൽ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ഞങ്ങളുടെ ഈ 20ാമത്തെ വയസ്സിലേക്കും ഇതുവരെ അങ്ങനെ ഒരു സീരിയൽ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ അമ്മയൊക്കെ എനിക്ക് വേണ്ട 5-6 വയസ്സുള്ള ആളാണ് ചേട്ടാ അതൊരു 10 ആണ്ടുകൾക്ക് മുന്നേ നടന്നതാ. ആ കുട്ടിയായിട്ട് തന്നെയാണ് ചേട്ടാ അമ്മ സീരിയൽ കഴിഞ്ഞിട്ട് 10-15 വർഷമായി. അതിൽ അഭിനയിച്ച ആളാ. അതിലൊരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ കുട്ടി പിന്നെ വേറെ സീരിയലായിരിക്കും പണ്ടത്തെ ഏതെങ്കിലും ആയിരിക്കും. അപ്പൊ അവിടെ കുട്ടി പറഞ്ഞു മാഡം പറഞ്ഞു കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ സീരിയല് കണ്ടു അത് പഠിത്തത്തെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ കൊച്ചുകുട്ടികളുടെ കാര്യമാണ്. ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോ അത് അവന് അറിയില്ല അല്ലെ അവൾക്ക് അറിയില്ല എന്താന്ന്. അപ്പൊ അമ്മമാര് അതിലിരിക്കുമ്പോ അവരതിലേക്ക് വരുന്നു. അപ്പൊ അമ്മമാര് അത് കാണണ്ടാന്ന് പറയുമ്പോ അവർക്ക് എന്താവും അമ്മയോട് ദേഷ്യവും. അപ്പൊ അവരങ്ങനെ അവരുടെ സ്വഭാവങ്ങള് വ്യത്യാസങ്ങൾ വരുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. കൊച്ചുകുട്ടികൾ ആരും ഇപ്പൊ സീരിയല് കാണുന്നില്ല. അവര് മൊബൈൽ പല രാത്രികളിലും പല കുട്ടികളും ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞത് അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ഇപ്പൊ കൊച്ചുകുട്ടികളുടെ അമ്മമാരെന്ന് പറയുമ്പോൾ അമ്മമാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അമ്മമാരെ അപ്പൊ കുറച്ച് അവരെ കെയർ ചെയ്തില്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് അമ്മമാരെ കെയറിന് വേണം. തീർച്ചയായിട്ടും വേണ്ടേ? വലിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവര് കുറച്ച് സീരിയൽ കാഴ്ച വേണമെങ്കിൽ അതിന് പല ടൈമുകളുണ്ടല്ലോ. ആ സമയത്ത് കാണും. ഈ ചേച്ചി 7 മണിക്ക് ശേഷം ചേച്ചി ഇപ്പൊ പറയുന്ന കൊച്ചുകുട്ടികളുടെ അമ്മമാര് കാണുന്നത് എന്താ സീരിയൽ അല്ല, മൊബൈലില് അവര് കൊച്ചുകുട്ടിയാണ് കാണുന്നത്. ഞാൻ അമ്മമാരെ പറഞ്ഞുള്ളൂ. ഞാനതാ പറഞ്ഞ അമ്മമാര് ഇപ്പത്തെ ഈ കൊച്ചുകുട്ടികളുടെ അമ്മമാരെന്ന് പറയുമ്പോ ഒരു 30+ അതിൽ കൂടുതൽ എന്തായാലും പോകത്തില്ല. അവർക്കൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഈ ക്ലാസ്സിലൊക്കെ അവർക്കൊന്നും സ്വാഭാവികമായിട്ട് അവർക്ക് അത് ഏജ് ന്യൂ ജനറേഷൻ അമ്മമാരിൽ ഇപ്പോ എല്ലാരും ഇപ്പോ ഈ LKG കൊച്ചുകുട്ടികളെ അമ്മ LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് വരെ എന്തായാലും സപ്പോർട്ട് വേണം. എന്താ ട്യൂഷനിൽ വിടുക. ചേച്ചി അവരുടെ അമ്മമാര് കൊണ്ട് മാത്രമായില്ല ഒരു അമ്മയുടെ സപ്പോർട്ട് അവരുടെ അമ്മമാരെന്ന് പറയുന്നത് അധികം ഏജ്ഡ് ആവാത്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ കാണണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇതാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു ടൈം അവര് വേറെ കാണുക. കേൾക്ക്, ഈ കൊച്ചുകുട്ടികളുടെ അമ്മമാരെന്ന് പറയുന്നത് 30-35 ഏജ് ആയിരിക്കും. അവർക്ക് ഉറപ്പായിട്ടും ആ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ചിന്ത ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അവർ ഉറപ്പായിട്ടും ഫോണിലായിരിക്കും, അല്ലെങ്കിൽ അവർ കാണണമെന്നത്ര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിലായിരിക്കും ഉറപ്പായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം വർക്കിംഗ് ലേഡീസ് അല്ലാത്തവർക്ക് പിറ്റേ ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരതായിരിക്കും കാണുന്നത്. ഏജ്ഡ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഓക്കെ. അവര് അമ്മ പറയും മോനെ നീ പോയിരുന്നു പഠിക്ക, മോളെ നീ പോയിരുന്നു പഠിക്ക. അപ്പൊ കുട്ടിക്ക് അമ്മയോടും ദേഷ്യമാണ്. എന്താ അമ്മ പോയി സീരിയൽ കാണുന്നത് എന്നെ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങളെ പറ്റി ഒരു ചീത്തയായിട്ടല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ അമ്മമാർക്ക് ഇപ്പൊ സീരിയൽ കാണണമെങ്കിൽ ഇപ്പൊ മൊബൈലിൽ കാണാം. ഇപ്പൊ ഈ പിള്ളേര് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ സീരിയൽ കാണാറുള്ള ഒരു വ്യക്തിയാ. ഞാൻ ചിലപ്പോ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് ഇന്നുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മള് പോസിറ്റീവായിട്ട് കണ്ടാല് നമ്മള് പോസിറ്റീവായിട്ട് മാത്രം കാണുക, അല്ലാണ്ട് നെഗറ്റീവായിട്ട് കാണുമ്പോൾ കഥാപാത്രങ്ങളൊന്നും സ്വാധീനിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും ഇല്ല. എനിക്ക് നല്ല രീതിയിലാണ് എനിക്ക് സീരിയൽ കണ്ടിട്ട് എനിക്ക് ഇന്നുവരെ ഒരു കുഴപ്പമില്ല. കണ്ടിട്ടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. തൂങ്ങി കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. അപ്പൊ ആളിന് ശ്വാസതടസ്സം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് അവിടെ കയറി നിൽക്കാൻ ഒക്കാത്തതിന് വനിതകളുടെ വാർഡില് ഒരു ബൈസ്റ്റാൻഡറെ കൊണ്ട് ഞാൻ നിർത്തി പൈസ കൊടുത്തു. അപ്പോൾ അമ്മ ശ്വാസത്തിന് വേണ്ടി കിടന്ന് വലിക്കുക. എന്റെ അമ്മയുടെ മുതുകത്ത് മൊബൈൽ ഫോൺ ചാരി വെച്ച് പുള്ളിക്കാരി സീരിയൽ കണ്ടോണ്ടിരിക്കുക.
ആലോചിച്ച് നോക്ക്. ഇപ്പൊ അരമണിക്കൂർ ആലോചിച്ചിട്ട് കഥയാണ്. ആ സമയത്ത് അത് ഹോട്ട്സ്റ്റാറിൽ നിന്ന് സാധനം എടുത്തു വെച്ച് എന്റെ അമ്മയുടെ മുഖത്ത് പേഷ്യന്റെ മുഖത്ത് ചാരി വെച്ച് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ സീരിയല് മനുഷ്യനെ സാധിക്കില്ലേ? ചേട്ടന്റെ വീട്ടിലെങ്ങാനും ചേച്ചിയൊക്കെ സീരിയൽ കാണുകയാണെങ്കിൽ ആ ചേച്ചിയുടെ കാര്യം കാര്യമില്ല പാവം. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ പിള്ളേരെല്ലാവരും ഒത്തിരി പേര് വഴിതെറ്റി പോകുന്നുണ്ട്. അവരാരും സീരിയൽ കാണുന്നില്ല, അവരാരും സീരിയൽ കാണുന്നില്ല. കാരണം അവര് ഈ മൊബൈലിൽ എന്തെങ്കിലും റീൽസ് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം, അവർ അങ്ങനെയുള്ള ഇതിലായിരിക്കും അവര്. പക്ഷെ ആ പിള്ളേരൊക്കെ വഴിതെറ്റി പോകുന്നുണ്ട്. കഞ്ചാവായിട്ടും പല പല രീതിയിലും പിള്ളേരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, പല രീതിയിലും പിടിക്കപ്പെടുന്നുണ്ട്. അതൊന്നും സീരിയൽ കണ്ടിട്ടല്ല. ഡ്രഗ്സ് ഒന്നും പറയുമ്പോഴും എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകര് ജോലി ടൈമിലും ഇടയ്ക്ക് ഇതൊക്കെ വെച്ച് കാണുന്നവരാണ്. അവരിന്ന് ഈ പരിപാടിക്ക് ഞാൻ പോരുവാന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങള് സീരിയലിൽ കാണുന്ന കാര്യോ ഇതൊന്നും അവിടെ പോയി പറയരുതെന്ന്. അവരെല്ലാരും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പണി തെറിക്കും അവരെ ചെയ്യുന്ന ദോഷമാണ്. അവരുടെ ഡ്യൂട്ടി സമയത്തല്ലേ, ഡ്യൂട്ടി സമയത്തല്ല കാണും, അവര് കാണും, ഇടയ്ക്ക് കാണും, അത് വെച്ച് കാണുന്നുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുമ്പോ ഇവര് പറയും ഇത് മിനിങ്ങാന്ന് കണ്ടത് തന്നെയാണ് ഇന്നും വീണ്ടും കാണുന്നതെന്ന്. അപ്പൊ അതേ അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ വ്യത്യസ്ത കഥ മാറുന്നൊക്കെ ഉണ്ട്. ചേച്ചി കാണുന്നില്ലല്ലോ, അവര് പറയുന്നതായിട്ട് ചേച്ചി വിശ്വസിക്കാൻ പോകുന്ന എന്തിനാ? അപ്പൊ ഞാൻ ഈ പരിപാടിക്ക് പല അഭിപ്രായം പറയാം. ഉള്ള ആളുകൾ കാണുന്നത് ഞാൻ കാണുന്നതാണ്. ഈ പരിപാടിക്ക് ഞാൻ പോരുവാന്ന് പറഞ്ഞപ്പോ അപ്പൊ അവര് പറയണതാണ് ഞങ്ങൾ ഈ സീരിയലൊക്കെ കാണുന്നതാ ഇവിടെ ഇരുന്ന്. അപ്പൊ ഇത് കാണുമ്പോ ഇത് ഇപ്പൊ ഇന്നൊരു എപ്പിസോഡ് കണ്ടു, നാളെ കഴിഞ്ഞു, മറ്റന്നാളാവുമ്പോഴും ആ അതേ മൂവ്മെന്റിൽ എത്രയോ സീരിയലുകളുണ്ട്. റേറ്റിംഗ് എന്ന സംഭവത്തില എല്ലാ സീരിയലും ചാനലിൽ നിൽക്കുന്ന റേറ്റിംഗ് എന്ന സംഭവത്തില. റേറ്റിംഗ് കുറഞ്ഞു ആ സീരിയൽ നിർത്തും. റേറ്റിംഗ് ഉണ്ടാവാൻ കാരണം എന്താ? ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ടാ. ഈ കാണാൻ കാരണം ഈ കഥകളൊക്കെ മാറി മാറി പോകുന്നുണ്ടാ. ഒരേ സാധനം തന്നെ പോയി ആൾക്കാർ മടുപ്പിച്ച് എല്ലാവർക്കും റിമോട്ടല്ലേ മാറ്റിയാ പോരെ, എത്ര മാറ്റിയാ പോരെ. ആ റേറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്തൊരു. ചിലപ്പോഴേ അവര് നമ്മുടെ കോസ്റ്റ്യൂം മാറുന്നില്ലല്ലോ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ 3 എപ്പിസോഡിൽ നമ്മൾ ഒരേ സാരി ആയിരിക്കും കൊടുക്കുന്നത്. അതാണ് അവരുടെ പ്രശ്നം. അത് അങ്ങനെ ആവാൻ ചേച്ചി, അല്ലാതെ ഒരു ദിവസത്തെ കഥയായിരിക്കും സ്റ്റേഷനിൽ പോകുന്നത്. ചിലപ്പോ നമ്മുടെ ഈ ടൈം ലിമിറ്റിന് കാരണം 20-25 മിനിറ്റ്സിൽ ഇത് കാണിക്കേണ്ടത് കാരണം ചിലപ്പോൾ അത് 2-3 ദിവസത്തേക്ക് നീളും. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ മടുപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ കഥ നീങ്ങാതെ ഇല്ല, അതിൽ നിന്ന് ഓരോ സെക്ഷൻസ് ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് അനുകരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ വിനോദത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണുന്നത്. പ്രായമായ അമ്മമാര് വീട്ടിൽ അവർക്കൊരു നേരം പോക്കാണ് സീരിയൽ കാണുന്നത്. അതവര് കൃത്യമായിട്ട് ആ സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ തീർത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് സന്തോഷത്തോടെ കാണുകയാണ്. അത് കണ്ടിട്ട് ആരും മരുമക്കളോട് വഴക്കുണ്ടാക്കാനോ ഇല്ലേ അമ്മായിമ്മയോട് മരുമകള് വഴക്കുണ്ടാക്കാനോ ഒന്നും പോകേണ്ട കാര്യങ്ങളും ഇല്ല. സാധാരണ അങ്ങനെ നടക്കുന്നില്ല, ചുരുക്കം എവിടെയെങ്കിലും നടക്കും. എല്ലാ കാര്യത്തിലും ഉണ്ട് നന്മകളും തിന്മകളും. അപ്പൊ അത് വെച്ചോണ്ട് സീരിയല് കൊള്ളില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. സീരിയല് പിന്നെ അവരുടെ ജോലിയാണത്. അവര് ജോലി ചെയ്യുന്ന അവരുടെ ജോലിയാണ് അഭിനയം എന്ന് പറയുന്നത്. അപ്പൊ അവരത് ചെയ്യുമ്പോഴും അതും അവര് ഡയറക്ടർ പറയുന്ന രീതി ചെയ്യുന്നത് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നവർ ആസ്വദിക്കുന്നു. ഈ ജോലിക്കാരി എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ. സാധാരണ നിങ്ങൾ എല്ലാവരും ജോലിക്ക് പോകുന്ന രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 5 മണിക്ക് എല്ലാവരും കൂട്ടിക്കേറില്ലേ? നിങ്ങൾ എല്ലാവരൊക്കെ എങ്ങനെയാണല്ലോ ജോലി ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമോ, 6 മണിക്ക് പോയി ഞങ്ങൾ 10 മണി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എത്ര സാരി ഒരു നേരം മാറുന്നുണ്ട് ഓരോ എപ്പിസോഡിന് വേണ്ടി. കഷ്ടപ്പെട്ടാണ് ഞങ്ങളൊരു സീരിയൽ മുന്നോട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇരുന്ന് പറയുമ്പോൾ ഇത്തിരി വിഷമമുണ്ട്. ഇതുപോലുള്ള ആൾക്കാർ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം അമ്മമാരൊക്കെ ഇപ്പൊ നല്ല എനർജി ആയിട്ടാണ് സീരിയൽ കാണുന്നത്. അല്ലാണ്ട് സീരിയലെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ സമ്മതിക്കാൻ ഞാനും ഈ പറയുന്നതിനോട് അനുകൂലിക്കുന്നു. ഞാൻ പറയുന്നത് അത് പോസിറ്റീവ് സെൻസിൽ എടുക്കുന്നവർക്ക് ദാറ്റ് ഈസ് ഓക്കെ. നെഗറ്റീവ് സെൻസിൽ എടുക്കുന്നത് എന്താണെങ്കിലും തന്നെ തീർച്ചയായിട്ടും നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. നമുക്കിത് കഥാപാത്രങ്ങൾക്കും അതിന് ചേരേണ്ട കാര്യം ഞാനിനി ചേട്ടാ ഡയറക്ടർക്ക് പറയാം, തൂങ്ങി മരിക്കുമ്പോ മേക്കപ്പ് വേണ്ട. പിന്നെ ചില സീരിയല് മടുപ്പിക്കുന്നു ലൈഫ് ഇത്. അതാ പറഞ്ഞ ഒന്നെങ്കിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യുക.
ഒന്നെങ്കിൽ നിങ്ങൾ അഭിനയിച്ച് കാണിക്കേ, ഡയറക്ട് ചെയ്ത് കാണിക്കേ, അതുപോലെ കാണട്ടെ. അല്ല അതുപോലെ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാനായിട്ട് ഇപ്പൊ ഹിന്ദി സീരിയൽസ് നിങ്ങൾ നോക്കിയാല് നല്ല costumes അല്ല ഞാൻ പറഞ്ഞേ സീരിയൽസ് പലരും നല്ല കോസ്റ്റ്യൂംസ് കാണാൻ വേണ്ടി മാത്രം സീരിയൽ കാണുന്നവരുണ്ട്. ഒരുപാട് അല്ലേ കോസ്റ്റ്യൂംസ് എത്രയോ സ്ത്രീകൾ നല്ല ഉണ്ട്, മലയാളത്തിൽ വരെ ഉണ്ട്. അതായത് അടുക്കള നിൽക്കുമ്പോഴും കാഞ്ചീപുരം പട്ടായിരിക്കും. താങ്കളതല്ലേ പറഞ്ഞത്? റെഡി. താങ്കൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ എത്തുക. നമ്മുടെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഒരാളൊരു ചേച്ചി ഒരു കാര്യം പറഞ്ഞു, ഈ കുടുംബകലഹം ഉണ്ടാകുന്നില്ല, അല്ലെ കുടുംബത്തെ ബഹളം ഉണ്ടാകുന്നില്ല, അമ്മായിയമ്മ മരുമകൾ പോരുണ്ട്. ഉണ്ടാക്കണ്ടല്ലോ. അല്ല ഇല്ല പറയട്ടെ, പറഞ്ഞോട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നില്ല. പക്ഷേ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു നല്ല സിനിമ അല്ലെ ഒരു നല്ല കഥാപാത്രത്തെ കാണും, അല്ലെ ഒരു കുടുംബ വഴക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നിൽക്കുന്ന നായകന്റെ കൂടോ നായികയുടെ കൂടോ ആരുടെ കൂടെ നിൽക്കും? എല്ലായ്പ്പോഴും ഒരാളെ തന്നെ നമുക്ക് അനുകൂലിക്കാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് വില്ലന്റെ കൂടെ നിൽക്കും, ചില സമയത്ത് നായകന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ നായികയുടെ കൂടെ. ആ സമയത്ത് എന്താണോ നമുക്ക് ആ കാണുമ്പോൾ നമ്മൾക്ക് തോന്നുന്ന ഒരു ഇംപ്രഷൻ അതായിരിക്കും നമ്മൾ. പിന്നെ ചേട്ടൻ പറയും പോലെ സീരിയൽ കണ്ടിട്ട് എല്ലാവരും ആത്മഹത്യ ചെയ്യാനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള മോശമായ കാര്യങ്ങളിലേക്ക് പോകില്ല. എല്ലാത്തിലും ഉണ്ട് നല്ല. നമ്മൾ ചെയ്യുന്നത് ഇത് ജീവിതമാണ്. ജീവിതത്തോടു കൂടി ഇതാകുമ്പോഴല്ലേ നമുക്കത് അങ്ങനെ തോന്നുന്നത്. ജീവിതമല്ല, അത് സീരിയലാണെന്ന് നമ്മൾ കാണുക. അത് സീരിയൽ അഭിനയമാണെന്ന് കണ്ടാൽ പിന്നെ അതിനകത്ത് നമുക്ക് ആരുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടൻ പറഞ്ഞല്ലോ വില്ലന്റെ കൂടെ നിൽക്കോ നായകന്റെ കൂടെ നിൽക്കുമെന്ന്. വേൾഡിലെ ബെസ്റ്റ് ഫിലിംസ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ സിനിമ ഒന്നാണ് ഹൊറർ ഓഫ് ദ ഡ്രാക്കുള. ഹൊറർ ഓഫ് ദ ഡ്രാക്കുള, ബ്രാം സ്റ്റോക്കറിന്റെ ഹൊറർ ഓഫ് ദ ഡ്രാക്കുളയില് ക്രിസ്റ്റഫർ ലിയാൻ നമ്പർ 1 വില്ലൻ. അദ്ദേഹം ലോക ഹിറ്റാണ്. അപ്പൊ താങ്കൾ പറയുന്ന പോലെ ഹീറോയുടെ കൂടെ മാത്രമല്ല വില്ലന്മാർക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഡാർക്ക് നൈറ്റ് വില്ലനാണ് ഓസ്കാർ കിട്ടിയത്. ഞാൻ പറയട്ടെ, നമ്മള് കുട്ടികള് ഇതൊക്കെ കാണുമ്പോ അതിലെ ഹീറോ ആവാൻ അല്ലെ അതിലെ വില്ലൻ ആവാൻ അവന്റെ മനസ്സ് ചെറുതായിട്ട് ആദ്യം നമ്മൾ വേണ്ടത് നമ്മൾ പഠിപ്പിക്കുക. ഇപ്പൊ പഴയ സീരിയലുകളില് ഇപ്പൊ കൂടുതൽ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ജെൻസി കിഡ്സ് എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഈ പഴയ സീരിയലുകളിലെ വില്ലത്തിമാരാണ് ശരി എന്ന് ഇപ്പൊ നമുക്ക് തോന്നുന്നില്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മളുടെ തിങ്കിങ് മാറി. അപ്പൊ നമുക്ക് മനസ്സിലായി അന്നത്തെ വില്ലത്തിയായിരുന്നു ശരി, അന്നത്തെ നായികയല്ല ശരി ഈ ജനറേഷൻ. ഭരണം മാറുമ്പോ തോന്നും, നമ്മുടെ നാട്ടിലെ ഭരണം മാറുമ്പോ തോന്നും LDF മാറി UDF വരുമ്പോ വീട്ടിലിരിക്കുന്നവർക്ക് സീരിയൽ കാണുന്ന പറഞ്ഞാൽ ഒരു നേരം പോക്കും ഉണ്ട്. ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ നേരം വിളിക്കുമ്പോ അവര് പുറത്ത് പോകുന്നു, അപ്പൊ ഒരു നേരമാകുമ്പോ വീട്ടിൽ തിരിച്ചു കയറി വരുന്നു. അപ്പൊ വീട്ടിൽ സ്ഥിരമായിട്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് സീരിയല് ഒരു നേരം പോക്കുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സീരിയൽ കാണുമായിരുന്നു, പക്ഷെ ഞാൻ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോ എനിക്ക് പിറ്റേ ദിവസം സീരിയൽ കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയാണ്. കാരണം അതുകൊണ്ട് ചിലപ്പോ ഫുഡ് ഉണ്ടാക്കാൻ വരെ നമ്മൾ മറന്നു പോകുമല്ല, എണീറ്റ് പോകാൻ നമുക്ക് വരില്ല. ആ പരസ്യ സമയത്തായിരിക്കും നമ്മൾ ഓടിപ്പോയി ഫുഡ് ഇല്ല, കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ പോയി പെട്ടെന്ന്. പിന്നെ ഈ പകൽ സമയത്തും അത് സീരിയൽ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വന്ന് നമുക്ക് പകലായാലും കാണാന്നുള്ള സൈക്കോളജിയുടെ ഒരു സാധ്യതയുണ്ട് അല്ലേ? ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആ ഒരു ഡിപ്പെൻഡൻസി നമുക്ക് അതിൽ വരുന്നത്, അത് പ്രേക്ഷകർ അത് നല്ല സെൻസിൽ എടുത്താൽ മതി. നമ്മൾ ഇതൊരു അഡിക്ഷൻ ആക്കി എടുത്ത് ഇത് കണ്ടേ തീരൂ, ഇത്ര മണിക്ക് ഞാൻ അവിടെ ഇരിക്കണം, ഭർത്താവ് ഒന്നും പറഞ്ഞില്ല, ഒറ്റക്കണ്ടി പോയത് പറഞ്ഞില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകാതെ ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല. എന്റെ അമ്മയൊക്കെ എന്ന് വെച്ചാൽ വൈകിട്ടും അത് കാണും ആ എപ്പിസോഡ്, അത് പകലും അത് തന്നെ ഇരുന്ന് കാണും. കാരണം അവർക്കത് കാണാൻ പിന്നീട് കണ്ടതാണേലും പിന്നെയും കാണും അതിരുന്ന്. അപ്പൊ ഞാൻ ചോദിക്കും, ഇന്നലെ വൈകിട്ട് കണ്ടതല്ലേ, എന്നാലും അവർക്കത് കാണാൻ, അവർക്ക് തന്നെ എങ്ങും പോകുന്നില്ലാത്തവർക്ക് അവർക്കൊരു അനുഗ്രഹമാണ് അത് കാണാനായിട്ട്. അത് ചാച്ചനും കൂടി ഇരിക്കും അതിന്. ഇതാണ് പറഞ്ഞത്, ഇതാണ് വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും വ്യത്യാസം വരും. ആ ജെൻസി കുട്ടി ഒന്ന് പറയാൻ അവൾ ഓരോ തവണ ശ്രമിക്കും. നിങ്ങൾ നമ്മളെ പറഞ്ഞു ചേട്ടന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഒരു വർഷത്തിനുള്ളിൽ ലാസ്റ്റ് ആയിട്ട് കണ്ട സീരിയൽ ഏതാ അല്ലെങ്കിൽ ഏത് വെബ് സീരീസാ
കണ്ടേന്ന് ചോദിച്ചായിരുന്നു. ചേട്ടൻ എന്ന് പറഞ്ഞില്ല. ചേട്ടൻ ആദ്യം തൊട്ടേ ഇങ്ങനെ ആത്മഹത്യ, സൂയിസൈഡ് എന്ന് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചേട്ടൻ കാണുന്നത് മൊത്തം ആത്മഹത്യ ഏത് സീരിയലിനകത്താ ഉള്ളത്, സൈക്കോ അത് ആ പോർഷൻ ഏത് സീരിയലിനകത്താ ഉള്ളതെന്ന് മാത്രം പോയി കണ്ടുപിടിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു അന്ധവിശ്വാസം എങ്ങനെ വളർത്തുന്നു, ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ അന്ധവിശ്വാസം ചെലുത്തുന്നു എന്നാ ചേട്ടൻ പറഞ്ഞിരുന്നേ. ഇപ്പോഴത്തെ ഞങ്ങൾ ജെൻസികളിൽ അങ്ങനെ അന്ധവിശ്വാസം വരുന്നില്ല. കാരണം ഞങ്ങൾ അങ്ങനെ സീരിയൽസ് അങ്ങനെ കാണാറില്ല. ഞങ്ങൾ കാണുന്നത് വെബ് സീരീസുകള്, സിനിമകള് അങ്ങനെയാണ്. സീരിയൽ കാണുന്നില്ല എന്നല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പ് കാണുന്നുണ്ടോ ഇപ്പൊ? കാണുന്നുണ്ട്. ഫുട്ബോൾ കാണും. കാണണം കേട്ടോ. ഡ്രസ് കറക്റ്റ് ആണോ, അവരെങ്ങനെ മരിക്കാൻ നോക്കുന്നുണ്ടോന്നൊക്കെ കാണണേ. കാണാതിരിക്കരുത്. കൂട്ടിട്ടിട്ടാണോ മരിക്കുന്നത്? ഫുട്ബോൾ കാരണം ഇപ്പൊ റോഡിൽ നടക്കാനൊക്കത്തില്ല, എടുക്കാൻ മേല. ഈ സ്റ്റുഡിയോയേക്കാൾ നീളമുള്ള ഇതില് ഹൈറ്റ് ഉള്ളതുമായിട്ടാണ് ആരാധകര് ഫ്ലെക്സുമായിട്ട് പോകുന്നത്. അപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. അതിനൊരു കുഴപ്പമില്ല. ഫ്ലെക്സ് വെച്ചാലും അല്ല മേഡം, അല്ല മനുഷ്യന്റെ ഫിസിക്കലായിട്ടുള്ള എന്ന് വെച്ചാൽ ശാരീരിക കായികക്ഷമത വളർത്തുന്ന ഒരു പ്ലേ ആണ് ഫുട്ബോൾ. മനുഷ്യന്റെ കായികക്ഷമത വളർത്തുന്ന ഒരു കളിയാണ് ഫുട്ബോൾ. ഗൗരി മുത്തശ്ശി ഫോർവേഡ് ഇതായിട്ട് പറയരുത്. എന്താന്ന് ചോദിച്ചാൽ ഒരു 10-55 പേരടങ്ങുന്ന ഒരു ഫാമിലിയിലുള്ള കുടുംബമാണ്. അവരെല്ലാരും ഭക്ഷണം കഴിക്കുന്നത് ഈ ജോലി ചെയ്തുകൊണ്ട് കൊടുക്കുന്നത് ഇതിലാണ്. തീർച്ചയായും വേണം. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല, പക്ഷെ അതിലെ പോരായ്മകളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരാളും ഞാൻ പിന്നെ ഒന്നുകൂടെ ക്ഷമിക്കണം. റിയൽ ആയിട്ട് ഒരാൾ മരിച്ചാല് അയാളുടെ കണ്ണു വെളിയിലോട്ട് തള്ളി വരും. മനസ്സിലായോ? ദേഹം കാലിന്റെ തൊടയൊക്കെ മാന്തി കീറും. മനസ്സിലായോ? നാക്ക് കടിച്ച് തൂങ്ങിയിരിക്കും. നമ്മൾ ഈ സീരിയലുകാർക്ക് അതൊക്കെ ചെയ്യുന്നതിന് ഒരു പരിമിതികളുണ്ട്. അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം അത് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ അടച്ചങ്ങ് പറയരുത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു നായകന് നല്ലൊരു സ്ഥാനം കിട്ടണമെങ്കിൽ അതിന് ശക്തനായ ഒരു പ്രതിനായകൻ ഉണ്ടായിരിക്കണം. വേറൊരു കാര്യമുണ്ട്. നമ്മള് സീരിയലിലായാലും സിനിമയിലായാലും ഒരു തൂങ്ങി മരിച്ച ഇനി അതേ പിടിക്കരുത്. തൂങ്ങി മരിച്ച ആളുടെ നാക്ക് നീട്ടി കിടക്കുന്നതൊക്കെ പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഇട്ടേക്കുന്ന സാരി അല്ല ഇട്ടിരിക്കുന്ന ഷാള് അതെങ്ങനെ ഒന്ന് സ്ഥാനം തെറ്റി കിടക്കരുതോ, അതെങ്ങനെ ഒന്ന് സ്ഥാനം തെറ്റി കിടക്കരുതോ, അതൊന്നും മതി. കാര്യം അറിയോ, ചിലപ്പോ ഇനി അവർ എഴുന്നേറ്റ് വന്ന് ശ്രീകാന്ത് എപ്പോഴും ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു കൗതുകമുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ഈ പ്രേക്ഷകർക്ക് കയ്യിൽ കാണിച്ചേ. ഇത് ഇവിടെ നെഞ്ചത്ത് കുറെ സാധനം ഉണ്ടല്ലോ. ഇത് എന്തുവാ? ഇത് എന്തുവാ? ജുവലറി ഷോപ്പ്. ഇതൊക്കെ ആൾക്കാരെ തിരിത്തിരിപ്പിക്കും. കാരണം വഴിതെറ്റും ആൾക്കാർ. ഇതേത് ഹോളിവുഡ് സിനിമയിൽ ഇത് എനിക്കൊന്ന് ഡ്രാക്കുള സിനിമയിൽ. എന്തുവാ ഇത് സംഭവം? സാറേ, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് മന്ത്രവാദി. സാർ തന്നെയാണ് മന്ത്രവാദിയാക്കി എന്നെ അനുഗ്രഹിച്ചു. അതോടുകൂടി മന്ത്രവാദി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കൊണ്ടിട്ട് ഒരു 30 കൊല്ലത്തിന് മുമ്പാണല്ലോ. ഇപ്പോഴും അത് തന്നെ. അതാണ് സാർ ഞാൻ പറഞ്ഞ ഒരു മന്ത്രവാദിയുടെ അനുഭവങ്ങൾ പറയട്ടെ. എന്നിട്ട് മന്ത്രവാദി എവിടായി? മന്ത്രവാദിയാണ് കളിക്കുന്നത്. ഒരുപാട് ഇപ്പൊ എവിടെ പോയാലും ഞാനൊരു 12 വർഷം അഭിനയം നിർത്തിയിരുന്നു. കാരണം ഒഫീഷ്യൽ ഞാൻ നിർത്തിയിരുന്നു. ഇപ്പൊ പോലും ആ 12 വർഷം ആയപ്പോ പോലും നമ്മൾ പണ്ട് ചെയ്ത സീരിയൽസ് ഇപ്പോഴാണ് ഞാൻ 2 സീരിയലിൽ ഇപ്പൊ വന്നത്. ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് ഒരാഴ്ചക്ക് മുമ്പ് ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ തിരുവനന്തപുരത്ത് ഞാനിങ്ങനെ എന്റെ വീട്ട് ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഒരു അമ്മച്ചി നടന്നു പോവാണ്. വളരെ നമ്മുടെ തിരുവനന്തപുരം ഭാഷയാണ്. മൂക്കാടെ സീരിയലുകളിൽ ഒന്നും ഇല്ലേ നിനക്ക്? ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം വലുതായിട്ട് അഭിനയിക്കുന്നില്ല. എന്റെ അമ്മോ, സമാനായിട്ട് കിടന്ന് ഉറങ്ങാല്ല, അല്ലെങ്കിൽ പിള്ളേരെ അടിയും ബഹളവും. ഈ പായല് അഴുക്ക പായലാണ് ഇവ. എനിക്കൊരു വലിയ അവാർഡാണ്. അപ്പോ മന്ത്രവാദി വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരുപാട് ചെയ്തിട്ടുണ്ട്. എക്സെൻട്രിക് മൂഡുള്ള വില്ലൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെ പോയാലും ഞാൻ പറഞ്ഞത് ലൈം ലൈറ്റ് ഇല്ലാതെ ഒരു 12 വർഷം നിന്നപ്പോ പോലും 100 പേരുള്ളിടത്ത് ഞാൻ പോയാൽ 5 പേര് നമ്മളോട് സെൽഫി എടുക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ സീരിയലിലെ ലൈവായി. മന്ത്രവാദിക്ക് ഡിമാൻഡ് ഉണ്ട്. 100% ഡിമാൻഡ് ഉണ്ട്. മന്ത്രവാദിയുടെ ഇമ്പാക്ട് എന്താണ് മനുഷ്യ മനസ്സിൽ? മനുഷ്യ മനസ്സിൽ അത് കാണുന്നതനുസരിച്ചിട്ട്
അപ്പൊ അത് എല്ലാവർക്കും അറിയാം മന്ത്രവാദം എന്ന് പറയുന്ന ഒരു ഇമാജിനറി ഇതാണ്. അതിനകത്ത് വലിയ റിയലിസ്റ്റിക് ആയിട്ട് ഒന്നും ഇല്ല. അതൊരു മിഥ്യാധാരണയാണെന്നാണ് എന്റെ ഒരു വിചാരം. കഥാപാത്രം അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ അത് സമൂഹത്തെ വഴിതെറ്റിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയട്ടെ, ആ കുട്ടി തന്നെ പറയും. എനിക്ക് തോന്നുന്നേ ഈ ചേട്ടന് ക്യാമറ പ്രസൻസ് ആണ് വേണ്ടതെന്ന് തോന്നുന്നു. കാരണം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. അത് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ചു, പിന്നെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ആകെ സൂയിസൈഡും പിന്നെ സാരിയും ഇത് മാത്രമേ. പിന്നെ അഡിക്ഷൻ എന്ന് പറഞ്ഞു, എങ്ങനെ കാണുന്നു എന്നതിൽ അതിൽ വരുന്നത്. ഇപ്പം പഴയൊരു ചൊല്ലുണ്ട്, അമൃതായാലും അധികമായ വിഷമാണ്. നമ്മൾ അതെങ്ങനെ എടുക്കുന്നു, നമുക്ക് അഡിക്ഷൻ ആകുന്നെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്യാം. നമുക്കത് വിഷമായിട്ട് തോന്നുന്നു വരുന്നെങ്കിൽ നമ്മളത് കൺട്രോൾ ചെയ്യാം. പിന്നെ ആ മേഡം പറഞ്ഞു, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികള് അമ്മമാര് പോയിരുന്ന് പഠിക്കാൻ പറയുന്നു. അപ്പം നമ്മളവിടെ ചോദ്യം ചെയ്യേണ്ടത് സീരിയലിനല്ല, ഈ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളോട് അങ്ങോട്ട് പോയിരുന്ന് പഠിക്കാൻ പറയുന്ന അമ്മയുടെ യുക്തിയാണ് നമ്മളവിടെ ചോദ്യം ചെയ്യേണ്ടത്. അവിടെ സീരിയൽ അല്ല പ്രശ്നം. എന്റെ വീട്ടില് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, LKG പഠിക്കുന്ന കുട്ടിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടില് കുട്ടികളോട് ആരോടും പോയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നില്ല. കാരണം അവർക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ആൾക്കാർ ഞങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ടാ. അപ്പൊ അവിടെ ഒരു സീരിയൽ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന എന്റർടൈൻമെന്റ് അല്ല അവിടെ അത് പ്രശ്നം വരുന്നത്. അപ്പം ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനോട് പോയിരുന്ന് പഠിക്കൂ, എനിക്ക് സീരിയൽ കാണണമെന്ന് പറയുമ്പം നമ്മൾ നോക്കേണ്ട അവിടെ സീരിയൽ അല്ല അവിടെ പ്രശ്നമായിട്ട് വരുന്ന ആ അമ്മയുടെ ചിന്താഗതി. ഓക്കെ, നവീന്റെ ഒരു വില്ലൻ എല്ലാം കൂടെ ഇപ്പൊ നമ്മൾ റോഡ് കണക്കിന് എടുത്ത എത്ര 72ാമത്തെ സീരിയൽ ഞാനിപ്പോ അഭിനയിച്ചു. വില്ലൻ അതിലെത്ര? വില്ലൻ ഓൾമോസ്റ്റ് വില്ലനായിട്ട് തന്നെ. പോലീസ് ഓഫീസർ. സിനിമയിലോ? സിനിമയില് 7 സിനിമ ചെയ്തു. 7 സിനിമ അതെല്ലാം വില്ലനായിരുന്നു? വില്ലനല്ല. അത് പോസിറ്റീവ്. സിനിമാക്കാർക്ക് വിവരമുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. എന്നെ കൂടുതലും എന്റെ ഈ എന്താ ഇത് വെച്ചിട്ട് അല്ലല്ലേ, ഇത് ഒരു വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വില്ലൻ ക്യാരക്ടറാണോ വില്ലൻ ചെയ്യുന്നതാണോ എളുപ്പം? വില്ലൻ ചെയ്യുന്ന അഭിനയ സാധ്യതകൾ കൂടുതൽ വില്ലൻ വേഷത്തിനാണ്. ഓവർ എക്സ്പ്രഷൻ ആണോ? ഓവർ എക്സ്പ്രഷൻ അല്ല, അഭിനയ സാധ്യത. നമുക്ക് ഒരുപാട് ഏരിയാസ് അഭിനയിക്കാനുണ്ടാവും. എന്താ പറയുക, ഇപ്പൊ ആനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നായകന്മാർക്ക് പൊതുവെ എപ്പോഴും എന്താ നായികമാരുടെ കൂടെ നിൽക്കുക ഒരുപാട്. അല്ല, ഈ സീരിയലിൽ ചോക്ലേറ്റ് നായകന്മാരാണോ ഉള്ളത്? അല്ലല്ലോ, സീരിയലിൽ കൂടുതലും ചോക്ലേറ്റ് നായകന്മാരാണ്. എല്ലാത്തിനും താടിയുണ്ട്. താടിയില്ലാത്ത താടി നിർബന്ധം. താടി ഇപ്പോഴത്തെ സീരിയൽ നോക്കുകയാണെങ്കിൽ താടി പഠിച്ച ഔട്ടാവൂ. ഏതാ? അങ്ങനെയല്ല, താടിയില്ല, മീശ മാത്രം. പണ്ട് നമ്മൾ കണ്ടോണ്ടിരുന്ന മീശ മാത്രമുള്ള നായകന്മാരായിരുന്നു. ഇപ്പൊ എല്ലാരും താടി വെച്ചിട്ടുള്ള ഇതാണ്. അത് നിർബന്ധമല്ലേ? ഇപ്പോഴത്തെ സീരിയൽ സീരിയലിൽ താടിയും സ്വന്തമായിട്ട് വരണം തോന്നുന്നു. അത് ഹിസ്റ്റോറിക്കൽ സുമോദേവി സീരിയലിൽ ഞാൻ ആദ്യം മുതൽ വില്ലത്തിയ അമ്മായിമ്മ. നിങ്ങൾക്ക് അറിയാലോ, ആദ്യം അവളെ തല്ലിലും ബഹളം കൂട്ടലും എല്ലാം കഴിഞ്ഞ് പിന്നെ അമ്മ നന്നായിട്ട് വരുന്ന ക്യാരക്ടറാണ്. എനിക്ക് ഇതിനകത്ത് ഒരു 4 അവാർഡ് കിട്ടി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അവാർഡൊക്കെ ഒരു അമ്മ എന്ന ക്യാരക്ടർ ചെയ്യുന്നതിൽ കിട്ടുന്നത്. ഞാൻ പറഞ്ഞ അതിനകത്തുള്ളത് ഞാൻ വില്ലത്തിയായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്? കണ്ടിട്ടുണ്ടെങ്കിൽ അതിനറിയായിരിക്കും അമ്മ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം, മക്കളോടുള്ളതൊക്കെ. അപ്പൊ ഇതൊക്കെ ക്യാരക്ടറായിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിൽ കൊള്ളുന്നതാണ് ഇവർ കാണുന്നത്. മക്കളോടുള്ള സ്നേഹം കാണിക്കുമ്പോഴാണ് അവർ ആ സീരിയൽ കാണുന്നത്. എന്റെ മക്കളോട് ഇങ്ങനെ ചെയ്തു, നന്നാവുന്നു അമ്മമാര്, മറ്റുള്ളവരെ മരുമോളെ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് സീരിയലിൽ കൂടെ, സുമോദേവിയിൽ കൂടെ. അതെന്താ ചേട്ടൻ ഒന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞ ഡയറക്ടറെ ഒരു പോലും ആ ഡയറക്ടർ പറയും. ഇദ്ദേഹം പറഞ്ഞ പോലെ രാജൻ ബി ദേവ്, തിലകൻ, അതേപോലെ തന്നെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നരേന്ദ്രപ്രസാദ്, ജോസ് പ്രകാശ്, ഇവരെയൊക്കെ ജനങ്ങൾ നമ്മുടെ പിന്നെ ജോസ് പ്രകാശൊക്കെ പിന്നെ ആൾക്കാരെ അതേപോലെ തന്നെ വെറുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവരെ പറഞ്ഞു വരട്ടെ, ആ സിനിമ കാണുമ്പോ അവര് വെറുക്കുവാണ്. അതുകൊണ്ടാണ് ആ കഥാപാത്രത്തെയാണ് വെറുക്കുന്നത്, അവരെ അല്ല. ആ കഥാപാത്രത്തെ വെറുക്കാൻ കാരണം എന്താ? അവരുടെ അഭിനയ മികവ് കൊണ്ടാണ് ആ കഥാപാത്രത്തെ. കഥാപാത്രം നായിക മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന നമ്മുടെ രാജൻ ബി ദേവ് തന്നെ ആ കരുമാടിക്കുട്ടനിൽ പേപ്പട്ടി കടിക്കുന്ന പേപ്പട്ടി കടിക്കുന്നത്, അദ്ദേഹം പോയി ഈ റോഡിലിറങ്ങി കാറ് നിർത്തിയിട്ട് കാണുന്ന പട്ടിയൊക്കെ തെരുവ് പട്ടിയെ കല്ലെറിയുമായിരുന്നു. അദ്ദേഹം മോശക്കാരനാന്ന് പറയാൻ പറ്റുമോ? കല്ലെറിയുന്നോണ്ടല്ല, അദ്ദേഹത്തിന് ആ പേപ്പട്ടി കടിച്ച ഒരു അനുഭവം എന്താണെന്ന് മനസ്സിലായത് കൊണ്ടാണ്. വില്ലൻ കഥാപാത്രം ആൾക്കാരെ ഹൃദയത്തിൽ എത്തുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ആ വെറുക്കുന്നത് ആ കഥാപാത്രത്തില്
അങ്ങനെയല്ല ചേട്ടാ. അവരുടെ അഭിനയത്തിന്റെ ചേട്ടാ, അങ്ങനെയല്ലെന്ന്. അങ്ങനെയല്ല ചേട്ടാ. ഇപ്പൊ ഞാന് 10 വർഷമായി ഇൻഡസ്ട്രി നിൽക്കുന്നു. കഴിഞ്ഞ 14 സീരിയലുകളിലും ഞാൻ വളരെ പാവം നവീൻ, സത്യം പറഞ്ഞ നവീനാണ് എന്നെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇവിടെ ചെയ്തു. അപ്പം ഞാൻ ചെയ്തതെല്ലാം പോസിറ്റീവ് ക്യാരക്ടേഴ്സാ. അന്നൊന്നും എന്നെ ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നിപ്പൊ ചെയ്യുന്ന ഈ സീരിയലിൽ ഏഷ്യാനെറ്റിൽ ഇഷ്ടം മാത്രമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിലാണ് ഞാൻ ഫസ്റ്റ് ഇപ്പൊ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ, നവീൻ പറഞ്ഞ പോലെയും അത് ചെയ്തത് നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ എനിക്കൊരു 3 അവാർഡ്സ് എനിക്കിപ്പോ മനസ്സിലായോ? അത് എന്താണെന്നറിയോ, ആൾക്കാർ നമ്മളെ ഹൃദയത്തിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ്. അതായത് വില്ലൻ. ഞാനും അതാണ് പറഞ്ഞേ. ചേട്ടൻ എന്താ പറഞ്ഞത്? അത് ചേട്ടാ, ഞങ്ങളത് പോസിറ്റീവായിട്ടാണ് ഒരു കഥാപാത്രത്തെ പറയട്ടെ മേഡം. ചേട്ടാ അത് നെഗറ്റീവായിട്ടാണ്. ചേട്ടാ പറയുന്നല്ല ചേട്ടാ, അത് നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ആ കഥാപാത്രത്തെ അവരുടെ ഹൃദയത്തിൽ കയറ്റിയത് കൊണ്ടാണ്. അഭിനേതാവിനെ ഹൃദയത്തിലേറ്റുകയും ആ കഥാപാത്രത്തെ വെറുക്കുകയുമാണ്. പറയുന്ന മനസ്സിലാക്കുമോ പ്ലീസ്? നിങ്ങൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു. ഞങ്ങൾക്ക് അത് കണ്ടപ്പോ അയ്യോ നായികയല്ലേ, നായകനെ അങ്ങനെ ചെയ്തു, ഇവളെ മോശക്കാരിയാണോ അമ്മച്ചിമാരൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവളെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവളെ അതാണ് ഇതാണ് എന്നൊക്കെ പറയും. അത് പറയുന്ന കാരണം എന്തുവാ? നിങ്ങളുടെ അഭിനയത്തിന്റെ മികവ് കൊണ്ടാണ് പറയുന്നത്. ആ കഥാപാത്രത്തെ പച്ചയായിട്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ്. എല്ലാ കഥാപാത്രങ്ങളെ ആരും ഒരിക്കലും വെറുക്കില്ല. അത് അവർ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ വെക്കും. അത് അല്ലാണ്ട് ഈ സിനിമയിലൊക്കെ ഉള്ള വില്ലന്മാര് അവര് ജീവിതത്തിൽ അങ്ങനെ അല്ലല്ലോ. അവര് നല്ല ഇതായിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അതാണല്ലോ. അനന്യയുടെ വില്ലത്തി അനുഭവം എങ്ങനെയാ? നേരിട്ട് എന്നെ കാണുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ട് ലുക്കില് പാവാ, പക്ഷെ അഭിനയിക്കുന്നത് ഇത്രയും. ഇപ്പൊ ഞാനിപ്പോ കോളേജിൽ പോയാലും എന്നോട് ടീച്ചേഴ്സ് ഒക്കെ, ഞാനിപ്പോ 3rd ഇയർ കഴിഞ്ഞു. ഞാൻ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലായിരുന്നു. ഇപ്പൊ ഞാൻ ഇതായി. അപ്പോ അവിടെ ചെല്ലുമ്പോഴും ഞാൻ അവിടെ പാവമായിട്ടിരിക്കുന്ന ഞാൻ ടീച്ചേഴ്സ് ചോദിക്കും, നീ എങ്ങനെയാ ഇത് വില്ലത്തരം ചെയ്യുന്നത്? ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തു പോയാൽ പോലും ഓരോ ആൾക്കാർ കാണുമ്പോ നമ്മളെ സ്നേഹത്തോടെയാ. കാരണം നല്ല ക്യാരക്ടറാണ് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. അല്ലാതെ ആരും വെറുക്കുകയോ ഒന്നും ചെയ്യില്ല. ഇന്നത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി സാർ. മുമ്പായിരുന്നു ഈ ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ടോ, ആൾക്കാർ പഴയ സീരിയലിലുള്ള വില്ലന്മാരൊക്കെ പുറത്തിറങ്ങുമ്പോ അയ്യോ ഭയങ്കര ദേഷ്യത്തിലാ നോക്കുന്ന, അടിക്കുക എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തിലെ ഓരോരുത്തരുടെയും കാലഘട്ടം മാറും തോറും അവർക്കറിയാം അപ്പൊ താങ്കളുടെ വില്ലത്തി എങ്ങനെയാ? ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളെ പുറത്ത് കാണുമ്പം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ക്യാരക്ടർ ഇഷ്ടം. മഞ്ജിമ എന്താണെങ്കിലും മഞ്ജിമ ഇങ്ങനെ ആവാനും ഒരു റീസൺ ഉണ്ടല്ലോ. അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ അല്ല. ഇപ്പം നായകന്മാരെ മാത്രല്ല, നമുക്ക് കുറെ വില്ലത്തി അഭിനയിക്കാൻ പറ്റിയല്ലോ. ഞാൻ സത്യം പറഞ്ഞ ആദ്യമേ ഒക്കെ പാവം ക്യാരക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ അത് ചാടി ഈ ഹ്യൂമറിലേക്ക് വന്നു. ഇപ്പം കുറെ നാളുകളായിട്ട് എനിക്ക് വില്ലത്തി ക്യാരക്ടറാണ്. എന്ത് പറ്റിയത്? നമുക്ക് സ്വഭാവം അറിയാണോ, സംവിധായകന്മാർക്കാണോ? അത് ഒരെണ്ണം ചെയ്തപ്പോ അത് ജയിച്ചു കാണും. അതുകൊണ്ടല്ലേ ഇപ്പൊ എവിടെയോ ഇരിപ്പുണ്ടെന്ന്. എല്ലാവരും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല കേട്ടോ. സുമദേവിൽ എനിക്ക് ആദ്യത്തെയൊക്കെ നല്ല ദേവിനെ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നു. അല്ല, വില്ലന്മാര് പൊതുവെ കോമഡി ചെയ്യുമ്പോ അതൊരു രസം തന്നെയാണ്. മാത്രമല്ല ജനാർദ്ദൻ ചേട്ടൻ എത്ര വില്ലൻ റോളൊക്കെ സാറ്, ബാബുരാജ്. താങ്കൾക്ക് അവസരം കിട്ടിയോ? വില്ലനാവാനുള്ള അവസരം കിട്ടിയോ? ഞാൻ ഫസ്റ്റ് ഫ്ലവേഴ്സിൽ അതിനകത്ത് വില്ലനായിട്ട് വന്നു. ഓക്കെ, അന്ന് ഏറ്റി കിടക്കനായത് ഞാൻ ഓർമ്മയുണ്ട്. അന്ന് സ്വർണ്ണം കിടക്കുന്നു, ഇപ്പൊ സിൽവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 സീരിയൽ നായകനായിട്ട് വന്നു. ഇപ്പൊ മഴവിൽ കുറെ നായകനായിട്ട് വില്ലനാവാൻ പാടാന്നു. അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ക്യാരക്ടർ പോലെ ഇരിക്കും, എഴുതുന്ന റൈറ്റർ പോലെ ഇരിക്കും. ചിലപ്പോ നായകനായിട്ട് പിന്നെ വില്ലനായിട്ട് വരാം, ഒന്നും പറയാൻ പറ്റില്ല. സാന്ദ്രയ്ക്കോ?
എനിക്ക് ഇപ്പൊ മഹാലക്ഷ്മിയില് ഫസ്റ്റ് പറഞ്ഞ പോലെ വില്ലത്തിയായിരുന്നു, പിന്നെ അതിൽ നിന്ന് പോസിറ്റീവ് ആയതാ. അതേപോലെ ഈ ക്യാരക്ടർ ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്, അതുകൊണ്ട് അത് എഴുന്നാക്ക് അബദ്ധം വരുമല്ലോ ആണോ? ശ്രീകാന്തിനെ ആ മാന്ത്രിക വേഷത്തിന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്താ സാറിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സാർ എനിക്ക് ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറയുന്ന സീരിയലില് കോമഡിയനായിട്ട് കൊണ്ടുവന്നു. തമാശക്കാരനായിരുന്നു കോമഡിയൻ. നമ്മുടെ നാട്ടിലൊക്കെ തമാശ മനസ്സിലായോ? കംപ്ലീറ്റ് വർക്ക് മനസ്സിലായില്ലേ സാർ? സാർ തന്നെയാണ് കൊണ്ടുവന്നത്. അവിടെ സുരേഷ് ആയിരുന്നു ഡയറക്ടർ, പ്രിയദർശൻ സാറിന്റെ അസോസിയേറ്റ് സുരേഷ്. അല്ലെ ഞാനും സുരേഷ് കൃഷ്ണ പൂച്ച അത് ഞാൻ പറയാത്താണ്, അവര് ഞാൻ ഒരുമിച്ച് പഠിച്ചാണ്. പക്ഷെ അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞത് സാർ അന്ന് ചെയ്തു. അന്ന് സുരാജ്, ഞാന്, ടെസ്നി ഖാൻ, പിന്നെ പൊന്നമ്മ ചേച്ചി, ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ആ സീരിയല്. പക്ഷെ ആ സീരിയലിൽ ചെയ്തു ഞാൻ വേറൊരു സീരിയൽ ചെയ്യുമ്പോൾ എന്റെ കാലൊടിഞ്ഞു. അങ്ങനെയാണ് ആ സീരിയലിൽ നിന്ന് ഞാൻ മാറുന്നത്. പക്ഷെ കോമഡി ആയിരുന്നു സാറിനെ ചെയ്തു. ഒരു തവണയല്ലേ ഒടിഞ്ഞിട്ടുള്ളൂ? ഒറ്റ തവണ ഒടിഞ്ഞുള്ളൂ. അപ്പൊ പക്ഷെ അങ്ങനെ ഒടിഞ്ഞു. പക്ഷെ അന്ന് സാർ എന്നെ ചെയ്യിച്ചു. അപ്പൊ ഈ കോമഡിയും ചെയ്യിച്ചു. അന്ന് ഞാൻ മറ്റേ സൈഡില് ഭൈരവൻ ചെയ്തോണ്ടിരിക്കുകയാണ് കുട്ടിച്ചാത്തലില്. അതേ സമയത്താണ് അതേ സമയത്ത് കോമഡിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും കോമഡി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അവതാര ലക്ഷ്യം പൂർത്തിയായി. ഒരു കാര്യം കൂടെ, സാറാണ് ഏഷ്യാനെറ്റിലെ ഒരു പരിഭവം ഭാരതി തന്നെ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രീകണ്ഠ സാർ ഉണ്ടായിരുന്നപ്പോ തന്നെ എന്നെ കൂടുതൽ പ്രശംസിക്കും. അല്ല, പ്രശംസിക്കും. കാരണം ഇപ്പോഴും അത് 1800 എപ്പിസോഡും കഴിഞ്ഞു. രണ്ടാമത് പരിഭവം ഭാരതി 2 വീണ്ടും ആരംഭിച്ചു. അത് വിടൂല സാറേ. സാറായിട്ട് കൊണ്ടുവന്ന ഏഷ്യാനെറ്റിൽ അന്ന് കൊണ്ടുവന്ന ആ ഒരു താങ്ക്സ് സാർ. സാർ എന്താ സാർ ഇത്ര ചെറുപ്പമായിട്ട് സുന്ദരനായിട്ടിരിക്കുന്നത്? ഭയങ്കര സൂപ്പീര്. പ്രിയങ്ക ഞാൻ പുറത്തു വെച്ച് കാണും. അപ്പോ ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൽ കലയുണ്ട്, കച്ചവടമുണ്ട്, ഒരു തൊഴിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 എണ്ണത്തിന്റെ ഒരു മിക്സറാണ് നിങ്ങൾ കാണുന്ന ഈ കലാസൃഷ്ടി എന്ന് പറയുന്നത്. അതേസമയം ഇതൊരാളിന്റെ ഭാവനയിൽ ഉണ്ടാകുന്ന ഒരു കഥാപാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ കഥാപാത്രത്തിന് പിന്നാലെ പായില്ല, തല്ലാനും കൊല്ലാനും ഒക്കെ. അത് കഥാപാത്രങ്ങളാവുന്ന അഭിനേതാക്കൾക്കും അറിയാം, അഭിനേത്രികൾക്കും അറിയാം. ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത് വെറും കലാസൃഷ്ടി എന്ന് മാത്രം തിരിച്ചറിയുക. ഇത് തൊഴിലുമാണ്. മറ്റു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.